ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലെ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബ്രീഡ്സ് ഓഫ് ചിക്കനിലേക്ക് അടയ്ക്കാനല്ലേ. നമ്മുടെ മറ്റുള്ള എല്ലാ ബ്രീഡ്സുകളും നമ്മളിങ്ങനെ തീർത്ത് വരിക. ഇനി ബേർഡ്സ് മാത്രമാണുള്ളത്. പിന്നെ നമ്മൾ എന്തായി, നമ്മുടെ പിഗിൻ്റെ ബ്രീഡ്സായി. അപ്പോൾ ചിക്കൻ്റെ ബ്രീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളെ നമുക്ക് ഏറ്റവും പണ്ട് ഞാൻ പഠിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ട ഒരു ഭാഗമാണ്. നിങ്ങളും ഒരു പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് പലപ്പോഴും നേരിട്ടാണ്. പലപ്പോഴും നമ്മൾ വിട്ട് പഠിച്ചിട്ടുള്ള ഭാഗമാണ് ബ്രീഡ്സ് ഓഫ് ചിക്കനിലെ. പക്ഷേ PSCക്ക് ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കാം? നമുക്കിത് കൃത്യമായിട്ട് ഒറ്റ ക്ലാസ്സിലൂടെ മനസ്സിലേക്ക് കയറ്റി കൊണ്ടുപോകാം. ഒറ്റ ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലേക്ക് ഇതിനെ മുഴുവൻ ഫീഡ് ചെയ്ത് നിൽക്കത്തേ കാര്യങ്ങളെ കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, റെപ്പിറ്റേഷനായി വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യൽ നിർബന്ധമാണ്. എല്ലാ ബ്രീഡ്സും കൃത്യമായിട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൃത്യമായി ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കലും എടുത്ത് പറയുന്നു, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അവസാനം ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഒത്തിരി ചോദ്യങ്ങൾ കേട്ടോ, എത്രത്തോളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തരുന്നത്. ഇതിനു മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ 56 ചോദ്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 100-ലധികം ആയി മാറിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചക്കലിട്ട് ആട്ടിയ എണ്ണ പോലെ അവസാനം നല്ല തെളിഞ്ഞ നോളജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായാ? എങ്ങനെ എഴുതിയാലും എത്ര സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും പുല്ലാണേ സഹകാരിയുടെ പിള്ളേരൊക്കെ പുല്ലാണേ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളെല്ലാം ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അത് വരണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് മാത്രമേ തരമുള്ളൂ, അല്ലാതെ ബാക്കി ഒന്നും നിങ്ങളെ സംബന്ധിച്ച് ഒരു മാനദണ്ഡമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആദ്യം ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഇംഗ്ലീഷ് ക്ലാസ് ഓഫ് പൗൾട്രി? ഇംഗ്ലീഷ് ക്ലാസ് ഓഫ് പൗൾട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓരോ ക്ലാസിൻ്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ നമുക്ക് സസെക്സ്, ആസ്ട്ലോപ്പ്, പ്ലിമത്ത് റോക്ക്, കോർണിഷ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ പീക്കോമ്പ് താഴെ തന്നിരിക്കുന്നവരിൽ പീക്കോമ്പ് ഏതിനൊക്കെയാണ് ഉണ്ടാകുന്നത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയ മക്കളെ, നമുക്ക് പഠിക്കാനുള്ള എല്ലാ ബ്രീഡും പഠിക്കണം, അതിൻ്റെ എല്ലാ കോമ്പ് ടൈപ്പ് ഏതാണെന്ന് പഠിക്കണം. പണ്ട് നമ്മുടെ പഴയ പുസ്തകത്തിൽ കോമ്പ് ടൈപ്പ് പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോമ്പ് ടൈപ്പ് പ്രത്യേകം കൊടുക്കുന്നില്ല. ബ്രീഡ്സിൻ്റെ കൂടെ ഇന്ന കോമ്പ് ടൈപ്പ് ആണെന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ നമ്മളിവിടെ ഓരോന്നിൻ്റെയും കോമ്പ് ടൈപ്പും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. എന്നാൽ മാത്രമേ ഈ പ്രസ്താവന ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതുപോലെ ദ മോസ്റ്റ് പോപ്പുലർ മെഡിറ്ററേനിയൻ ബ്രീഡ് ഓഫ് പൗൾട്രി. അതൊക്കെ മെഡിറ്ററേനിയൻ അല്ലേ? നമ്മൾ ഏതൊക്കെ ക്ലാസ്സാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കുന്നുണ്ട്, അമേരിക്കൻ ക്ലാസ് പഠിക്കുന്നുണ്ട്, മെഡിറ്ററേനിയൻ ക്ലാസ് പഠിക്കുന്നുണ്ട്, അതുപോലെ ഏഷ്യാറ്റിക് ക്ലാസ് പഠിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നവരിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെഡിറ്ററേനിയൻ ബ്രീഡ് ഓഫ് പൗൾട്രി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രീഡ് ഓഫ് ചിക്കൻ വിത്ത് ഫെതേർഡ് ഷാങ്ക്, ലൂസ് പ്ലുമേജ് ആൻഡ് യൂസ്ഡ് ഫോർ മീറ്റ് പർപ്പസ്. ഇതെല്ലാം ടെക്സ്റ്റിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മനസ്സിലാക്കണം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതും ആക്ച്വലി നമുക്ക് ഇതിന് ടെക്സ്റ്റിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറയാം, ഇൻഡയറക്റ്റ് ആണ്. എന്നാൽ കൂടിയും ബാക്കിയുള്ള എല്ലാം ടെക്സ്റ്റിൻ്റെ ഡയറക്റ്റ് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ അരച്ച് കലക്കി കുടിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അതുപോലെ നോക്കാം. എ സ്കിൻ കളർ ഓഫ് ആസ്ട്രലോപ്പ് അല്ലേ? എന്താണ് ആസ്ട്രലോപ്പിന്റെ സ്കിൻ കളർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അതുപോലെ ആൻ എക്സാമ്പിൾ ഓഫ് പൗൾട്രി ബ്രീഡ് വിത്ത് പീക്കോമ്പ്. കണ്ടോ, കോമ്പ് ടൈപ്പ് പിന്നെയും ക്വസ്റ്റ്യൻ വരുന്നു. പീക്കോമ്പ് എക്സാമ്പിൾ ആയിട്ട് വരുന്ന പൗൾട്രി ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നെയ്മ് എ പൗൾട്രി ബ്രീഡ് വിത്ത് റോസ് കോമ്പ് ആൻഡ് സർക്കുലർ ബോഡി. കണ്ടോ, സർക്കുലർ ബോഡിയും റോസ് കോമ്പും ഉള്ളത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. കണ്ടോ, കോമ്പ് ടൈപ്പിനെ 3 ചോദ്യമായി മക്കളെ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആക്ച്വലി ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പഴയ ടെക്സ്റ്റിൽ കോമ്പ് ടൈപ്പ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റിൽ ഇപ്പോൾ തന്നിരിക്കുന്ന കോമ്പ് ടൈപ്പ് മാത്രമേ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നോക്കാം. ദ പൗൾട്രി ബ്രീഡ് വിച്ച് ബിലോങ്സ് ടു ദ മെഡിറ്ററേനിയൻ ക്ലാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ലഗോൺ. ഇത് റിപ്പീറ്റായിട്ട് വരുന്നതാണ്. ലഗോൺ എന്ന് പറയുമ്പോഴത്തേക്കും റിപ്പീറ്റഡായിട്ട് വരുന്ന കാര്യമാണ്. ഏതാണ് മെഡിറ്ററേനിയൻ ക്ലാസ്സിൽ പെടുന്ന ബ്രീഡ് എന്ന് ചോദിച്ചാൽ താഴെ ഓപ്ഷൻ ലഗോൺ കൊടുത്തിരിക്കും. 2 പ്രാവശ്യം സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ക്ലാസ് കണ്ട് ഇതിലെ 100 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 1 ചോദ്യം മിസ്സാവത്തില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലാസ് കാണുക, റിപ്പീറ്റ് ചെയ്യുക, പിന്നെയും ക്ലാസ് കേൾക്കണമെങ്കിൽ കേൾക്കുക, കേട്ട് ഈ കാര്യങ്ങൾ തലയിലേക്ക് കയറ്റുക, പരീക്ഷ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളത് ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻ ക്ലാസ് നമ്മൾ ഏതൊക്കെയാണ് നോക്കുന്നത് പഠിക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ RIR ആണ്. അമേരിക്കൻ ക്ലാസ്സിലുള്ളത് എന്താണ്? RIR. 2 ന്യൂ ഹാംഷെയർ,
മൂന്നെന്താണ് പ്ലിമത്ത് റോക്ക്. എന്താണ് പ്ലിമത്ത് റോക്ക്? എന്താണ് പ്ലിമത്ത് റോക്ക്? അടുത്ത ക്ലാസ് എന്താണ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. നമുക്ക് ഇതിനെ കോഡ് വെച്ച് പഠിക്കാം കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് ആസ്ട്രലോപ്പ്, 2 എന്ന് പറയുമ്പോൾ കോർണിഷ്, 3 എന്ന് പറയും 2 ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പിന്നെ വരുന്ന ബ്രീഡ്സ് ഏതാണെന്ന് ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ടേ, അവിടെ നോക്കാം നമുക്ക്. ഇനി വരുന്ന മെഡിറ്ററേനിയൻ ക്ലാസ്. മെഡിറ്ററേനിയൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് ബ്ലാക്ക് മൈനോർക്ക, 2 എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റ് ലഗൂൺ. പിന്നെ വരുന്നത് നമ്മുടെ ഏഷ്യാറ്റിക് ക്ലാസ് ആണ്. ഏഷ്യാറ്റിക് ക്ലാസ് നിങ്ങൾക്ക് അറിയാം, ബ്രഹ്മ, കൊച്ചിൻ ആൻഡ് ലങ്ഷാൻ, ഇത്രയാണ് നമുക്ക് ഏഷ്യാറ്റിക് ക്ലാസ്സിൽ വരുന്ന ബേർഡ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ പഠിക്കാനുള്ളത്? കൊച്ചിനും ബ്രഹ്മയും മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക്. അമേരിക്കൻ ക്ലാസ് എന്ന് പറയുമ്പോൾ RNP എന്ന് ഓർത്തിരിക്കുക. അമേരിക്ക അമേരിക്ക RNP അമേരിക്ക RNP എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി RNP അത് RMP ആണ്, റിസോഴ്സ് മണി പവർ എന്നതിൻ്റെ ഒരു ഫുൾ ഫോം RMP ആയിരുന്നു. പക്ഷെ നമുക്കിവിടെ സൗകര്യത്തിന് അമേരിക്കക്കാരൻ RMP കാരൻ എന്ന് നമുക്ക് ഓർത്തിരിക്കാം. RNP RIR ന്യൂ ഹാംഷെയർ ആൻഡ് പ്ലിമത്ത് റോക്ക്, RNP. ഇനി മറന്നുപോവോ? ഇനി ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ പഠിക്കാം നമുക്ക്? ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ ഭയങ്കര തണുപ്പാണെന്ന് മനസ്സിലാക്കിയാൽ അവർ AC ആണെന്ന് മനസ്സിലാക്കാം അല്ലേ. എന്താണ് AC? ആസ്ട്രലോപ്പ്, കോർണിഷ്. ഇംഗ്ലീഷിൽ എന്താണ്? ഇംഗ്ലണ്ടിൽ എന്താണ്? AC ആണല്ലേ. AC ആണ്. എന്താണ്? ആസ്ട്രലോപ്പ്, കോർണിഷ്. ഇനി മെഡിറ്ററേനിയൻ നോക്കാം. മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പോഴത്തേക്കും മെഡിറ്ററേനിയൻ കാലാവസ്ഥ. മെഡിറ്ററേനിയൻ നമ്മൾ പഴയ ചരിത്രത്തിലൊക്കെ മെഡിറ്ററേനിയൻ പഠിച്ചിട്ടില്ല, അങ്ങനെയാണ് പണ്ട് കേട്ടിട്ടുള്ള മെഡിറ്ററേനിയൻ. അതിന്റെ അർത്ഥത്തിലേക്ക് നിങ്ങൾ പോകണ്ട. എന്തായാലും മെഡിറ്ററേനിയൻ ഒരു പഴയ ഫീൽഡിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പഴയ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ മക്കളെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? യെസ്. ബ്ലാക്ക് മൈനോർക്കയും വൈറ്റ് ലഗൂണും എടുത്ത എന്താണ്? മെഡിറ്ററേനിയൻ ക്ലാസ് ആണ്. അപ്പോൾ എന്തൊക്കെയായി കോഡ്? എന്തൊക്കെയായി? അമേരിക്കൻ ക്ലാസ് എന്തൊക്കെയാണ്? RNP ആണ്. ഇനി ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ ഒന്ന് പറഞ്ഞു. അമേരിക്കൻ ക്ലാസ്, അമേരിക്കക്കാർ പൈസക്കാരാണ്. RMP എന്താണ്? റോഡ് ഐലൻഡ്, ന്യൂ ഹാംഷെയർ ആൻഡ് പ്ലിമത്ത് റോക്ക്. അതേപോലെ ഇംഗ്ലീഷ് ആകുമ്പോൾ AC ആസ്ട്രലോപ്പ്, കോർണിഷ്. പിന്നെ അമേരിക്കൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് മൈനോർക്ക, വൈറ്റ് ലഗൂൺ. പിന്നെ ഏഷ്യാറ്റിക് ക്ലാസ് ഏതാണ്? കൊച്ചിനും ബ്രഹ്മയും. മനസ്സിലായില്ലേ? അതും പറഞ്ഞില്ലേ, ഏഷ്യക്കാരാണ് കൊച്ചിൻ. നമ്മൾ കൊച്ചി ഓർമ്മ വന്നില്ലേ? ബ്രഹ്മ ഏഷ്യയല്ലേ? ബ്രഹ്മദേവ ഏഷ്യ നമ്മുടെ ഇന്ത്യ അല്ലേ. ബ്രഹ്മപുത്ര വാലിയിലാണ് നമ്മുടെ ബ്രഹ്മയുടെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം മക്കൾ, ഇത് മറക്കാതെ ഇപ്പം തന്നെ പഠിച്ചു വേണേ നിങ്ങൾ കേട്ടോ. എന്താണ് അമേരിക്കൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്രയും കാലം നമ്മൾ പഠിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു പക്ഷേ എത്ര പഠിച്ചാലും നമുക്ക് ഈ പേരുകൾ പുതുതായിട്ട് തിരിഞ്ഞു പോകും എന്നുള്ള ഏരിയയാണ്. അത് നമ്മൾ ഈ ഒരൊറ്റ കോഡിൽ പഠിക്കാം. അമേരിക്കക്കാർ പൈസക്കാർ, RMPക്കാർ RIR അല്ലേ, ന്യൂ ഹാംഷെയർ, പ്ലിമത്ത് റോക്ക്. അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് ആകുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് തണുപ്പുണ്ട്, AC അല്ലേ, എന്ത് ആസ്ട്രലോപ്പ്, കോർണിഷ്. അതുപോലെ എന്താണ് മെഡിറ്ററേനിയൻ ആകുമ്പോൾ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയതാണല്ലേ, അതാണ് ബ്ലാക്ക് മൈനോർക്കയും വൈറ്റ് ലഗൂണും. അതുപോലെ പിന്നെ ഏഷ്യാറ്റിക് എന്ത്? ബ്രഹ്മയും കൊച്ചിനും ആണല്ലേ. മനസ്സിലായ? ഒന്ന് പറഞ്ഞു നോക്കോ മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കോടാ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കോ. അമേരിക്കൻ ക്ലാസ് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞേ. അമേരിക്കൻ RMP ആണ്. RMP ഓർമ്മ വരുന്നുണ്ടോ? RIR ന്യൂ ഹാംഷെയർ, പ്ലിമത്ത് റോക്ക്. അതുപോലെ ഇംഗ്ലണ്ട് ആകുമ്പോൾ AC ഏതാണ്? ആസ്ട്രലോപ്പ് ആൻഡ് കോർണിഷ്. ഇനി നോക്കാം മെഡിറ്ററേനിയൻ ഏതാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് മൈനോർക്കയും വൈറ്റ് ലഗൂണും അല്ലേ. ഇനി എന്താണ് ഏഷ്യാറ്റിക് ക്ലാസ് ഏതൊക്കെയാണ്? കൊച്ചിൻ, ലങ്ഷാൻ പഠിച്ചോ? കൊച്ചിനും ലങ്ഷാൻ, ചൈനയിലെ ലങ്ഷാൻ പേരൊക്കെ അറിയാമല്ലോ. കൊച്ചിനും ലങ്ഷാനും അതുപോലെ ബ്രഹ്മയും. ഓക്കെ അല്ലേടേ? ഇനി ഇതിൻ്റെ കോമ്പ് ടൈപ്പ് പഠിക്കാം. അയ്യോ അവിടെ ചുവപ്പിൻ്റെ മണ്ടേ ചുവപ്പായല്ലേ, കുഴപ്പമാണല്ലോ. ഞാൻ മഞ്ഞയായിട്ട് എഴുതി കാണിച്ചു തരാം കേട്ടാ. അപ്പം ഇത് RIRനെ സംബന്ധിച്ച് സിംഗിൾ കോമ്പ് അല്ലെങ്കിൽ റോസ് കോമ്പ്, ഇതാണ് നമ്മുടെ RIRന്റെ കോമ്പ് ടൈപ്പ്. ന്യൂ ഹാംഷെയർ ആകുമ്പോഴോ സിംഗിൾ കോമ്പാണ്, പ്ലിമത്ത് റോക്ക് ആകുമ്പോഴോ സിംഗിൾ കോമ്പാണ്. ഇതും നമ്മൾ പഠിക്കും. നിങ്ങൾ ചാർട്ട് ഉണ്ടായിക്കൊള്ളാം കേട്ടോ. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കളർ ഇട്ടേക്കണ ചുമ്മാ അതിൻ്റെ കളറിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടല്ല. കൃത്യമായിട്ട് ആ കളർ മെമ്മറി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. അമേരിക്കയ്ക്ക് ചുവപ്പിട്ട് എഴുതുക, ഇംഗ്ലീഷിന് മഞ്ഞയായിട്ട് എഴുതുക, മെഡിറ്ററേനിയൻ നീലിട്ട് എഴുതുക, ഏഷ്യാറ്റിക്ക് വൈറ്റ് എഴുതുക. ഓക്കെ. അതുപോലെ ആസ്ട്രലോപ്പ് എന്താണ്? സിംഗിൾ കോമ്പാണ്. കോർണിഷ് എന്താണ്? P കോമ്പാണ്. കണ്ടോ, ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ചോദിച്ചിട്ടുണ്ട്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. കോർണിഷ് P കോമ്പാണ്. അതുപോലെ ബ്ലാക്ക് മൈനോർക്ക സിംഗിൾ കോമ്പ്, വൈറ്റ് ലഗൂൺ സിംഗിൾ കോമ്പും ഉണ്ട്, റോസ് കോമ്പും ഉണ്ട്. അപ്പോൾ അതുപോലെ കൊച്ചിൻ സിംഗിൾ കോമ്പ്, ബ്രഹ്മ P കോമ്പ്. കണ്ട, അപ്പോൾ P കോമ്പ് വന്നത് ഏതൊക്കെയാണ്? ബ്രഹ്മയും കോർണിഷും. ഇത് നമ്മൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ബോത്ത് 2 and 3 ആയിരുന്നു. അതിൽ കോർണിഷും ഉണ്ടായിരുന്നു, ബ്രഹ്മയും ഉണ്ടായിരുന്നു.
പി കോംബ് കൃത്യമായിട്ട് പഠിച്ചു വച്ചേക്കുക. പി കോംബ് കൃത്യമായിട്ട് പഠിച്ചു വച്ചേക്കുക. പി കോംബ് ബ്രഹ്മയും കോർണിഷും ഇതെങ്ങനെ പഠിച്ചു വയ്ക്കാം? പി കോംബ് നമ്മൾ സാധാരണ നമ്മൾ സിംഗിൾ കോംബ് നമ്മൾ ഇങ്ങനെ എന്താണ് ഒരു കോഴി തലയിൽ ഇങ്ങനെ ഇരിക്കുന്ന സിംഗിൾ കോംബ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പി കോംബ് എന്താണ്? ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന കോമ്പാണ് പി കോംബ്. അപ്പോൾ അതൊരു പഴയ ടൈപ്പ് അല്ലേ പി കോംബ് പഴയ ടൈപ്പ് അല്ലേ, പഴയത് അല്ലേ, പഴയത്. ബി സി എന്താണ്? എ ഡി എന്ന് പറയുമ്പോൾ പുതിയ കാലം അല്ലേ, ബി സി പഴയ കാലം അല്ലേ, ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ നമുക്ക് ബി സി ബ്രഹ്മയ്ക്കും കോർണിഷിനുമാണ് എന്തുള്ളത് മക്കളെ? പി കോംബുള്ളതെന്ന് പഠിച്ചു വയ്ക്കുക. ബ്രഹ്മയ്ക്കും കോർണിഷിനുമാണ് പി കോംബുള്ളത്. പിന്നെ ഉള്ള എല്ലാത്തിനും സിംഗിൾ കോമ്പുണ്ട്. റോസ് കോംബ് അഡീഷണൽ ആയിട്ട് വരുന്നത് വൈറ്റ് ലഗോണിനും RIRനും, വൈറ്റിനും ചോപ്പിനുമാണ് പിന്നെ എന്ത് വരുന്നത്? റോസ് കോംബ് അഡീഷണൽ ആയിട്ട് വരുന്നത്. റോഡ് ഐലൻഡ് റെഡ് അല്ലെ. വൈറ്റ് ലഗോൺ എന്താണ്? വൈറ്റ്. രണ്ടും നിറങ്ങളെ കുറിച്ച് അവിടെ പറയുന്നില്ലേ? RIR റെഡും അതുപോലെ ഇവിടെ വൈറ്റും. റെഡിനും വൈറ്റിനും ആണ് എന്ത്? റോസ് കോംബും കൂടെ വരുന്നത്. മനസ്സിലായി? കോംബ് ടൈപ്പ് എത്ര എണ്ണം ഉണ്ട്? സിംഗിൾ കോമ്പുണ്ട്, പി കോമ്പുണ്ട്, റോസ് കോമ്പുണ്ട് അല്ലേ. ബാക്കിയുള്ള എല്ലാത്തിനും അപ്പൊ നമുക്ക് ബി സിക്ക് ബ്രഹ്മയ്ക്കും കോർണിഷിനും പി കോംബ്, ബാക്കിയുള്ള എല്ലാത്തിനും സിംഗിൾ കോമ്പാണ്. അതിന്റെ കൂടെ റോസ് കോംബ് ആഡ് ചെയ്ത് വരുന്നത് സിംഗിൾ കോംബ് അല്ലെങ്കിൽ റോസ് കോംബ് വെറൈറ്റി കാണുന്നത് എന്തിനാണ്? ചോപ്പിനും വെളുപ്പിനും അല്ലേ. ചോപ്പിനും വെളുപ്പിനും. ചോപ്പ് ഏതാണ്? റോഡ് ഐലൻഡ് റെഡ് അല്ലേ. അതുപോലെ വൈറ്റ് എന്താണ്? വൈറ്റ് ലഗോൺ. ക്ലിയർ ആയ കോഡ് ഓർമ്മിക്കാൻ വേറെ കോഡ് വേണോ? ചില സാറന്മാർ പഠിപ്പിച്ചു അസല കോഡുകൾ ഓർമ്മിക്കാൻ വേണ്ടി വേറെ കോഡിന്റെ ആവശ്യം വരും. ഇത് നമുക്കെല്ലാം കണക്ഷനാണ് മക്കളെ. കണക്ഷൻ ഉണ്ടെങ്കിൽ ഓർത്തിരിക്കാം നമുക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മളിപ്പം നമുക്ക് പഠിക്കാനുള്ള ബ്രീഡുകളുടെ ക്ലാസ് കൃത്യമായി പഠിക്കാൻ വേണ്ടി RNB എന്ന് പഠിച്ചു. അമേരിക്കൻ ക്ലാസ്സിന് അമേരിക്കയിൽ പൈസ ഉള്ള ആൾക്കാരാണ്. RNB റിസോഴ്സ് മണി പവർ അല്ലേ, അല്ല മണിയല്ല, എന്നാണ്. RIR ന്യൂ ഹാംഷയർ, പ്ലിമത്ത് റോക്ക്. പിന്നെന്താണ്? നമുക്ക് ഇംഗ്ലീഷ് എണ്ണം പഠിക്കാൻ വേണ്ടി AC, ഇവിടെ തണുപ്പ് കൂടുതലാണ് AC. ഏതാണ്? ആസ്ലോപ്പ്, കോർണിഷ്. മെഡിറ്ററേനിയൻ ആകുമ്പോൾ എന്താണ്? മെഡിറ്ററേനിയൻ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, ബ്ലാക്ക് മൈനോർക്കും വൈറ്റ് ലഗോണും അല്ലേ, പഴയതാണ് മെഡിറ്ററേനിയൻ. ഏഷ്യാറ്റിക്, കൊച്ചിനും ബ്രഹ്മേ. അപ്പോൾ ഇനി നമ്മൾ കോംബ് ടൈപ്പ് എടുക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ സിംഗിൾ കോംബ് എടുത്ത് ചാർത്തി കൊടുക്കും. രണ്ടെണ്ണത്തിന് ഒഴികെ. ഏതിന്? BCക്ക് ഒഴികെ. BC എന്ന് പറയുമ്പോൾ ബ്രഹ്മയും കൊച്ചിനല്ല, കോർണിഷാണ്. ബ്രഹ്മയും കൊച്ചിനും അല്ലേ, ബ്രഹ്മയും കൊച്ചിനും എന്താണ്? പി കോംബ് ചാർത്തി കൊടുക്കും. ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ സിംഗിൾ കോംബ് എഴുതും. രണ്ട് കാര്യത്തിൽ മാത്രം സിംഗിൾ കോംബ് ബാർ റോസ് കോംബ് എന്ന് എഴുതും. അതേതാണ്? ചോപ്പിനും വെളുപ്പിനും. ഏതൊക്കെയാണ്? ചോപ്പിനും വെളുപ്പിനും. RIRന് എഴുതും റോസ് കോംബ്. അതുപോലെ വെളുപ്പ് വൈറ്റ് ലഗോണിന് നമ്മൾ എഴുതും റോസ് കോംബ് എഴുതും. തീർന്നില്ലേ? പഠിച്ചു പോണം. അതിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായ? ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഓഫ്ലൈൻ ക്ലാസ് പോലെ പഠിച്ചു പോകണം. അതിന് വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് 1, 2, 3 തവണ കേൾക്കുക. എന്നിട്ട് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെയാണ്? തീരുമാനം കറക്റ്റ് ആണ്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയേ നമ്മൾ അടങ്ങൂ അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? RIR പഠിക്കാൻ പോകുന്നു അല്ലെ. ആദ്യം നമ്മൾ അമേരിക്കൻ ക്ലാസ്സിലുള്ള RIR അല്ലെങ്കിൽ റോഡ് ഐലൻഡ് റെഡ് എന്ന് പറയുന്ന കോഴിയെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. നോക്കൂ, നിങ്ങൾ ഇതിനെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും നമുക്കിത് അത്ര സുലഭം അല്ലെങ്കിൽ കൂടിയും പണ്ട് കാലത്ത് കപ്പക്കോഴി എന്നറിയപ്പെടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ BB 380 ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് നമ്മൾ എന്താണ് വളർത്തിയിട്ടുള്ള സാധനമാണ് ഈ സാധനം. RIRന്റെ ഒറിജിൻ എവിടെ മക്കളെ? റോഡ് ഐലൻഡ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ റോഡ് ഐലൻഡ് ആണ് എന്ത്? അമേരിക്കൻ ക്ലാസ്സിലുള്ള റോഡ് ഐലൻഡ് റെഡ് അല്ലെങ്കിൽ RIRന്റെ ജന്മദേശം. അതുപോലെ ക്യാരക്ടർ പഠിക്കുമ്പോഴത്തേക്കും നോക്കാം. ഫസ്റ്റ് പഠിക്കുന്നു റോഡ് ഐലൻഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് ആര്? RIR. ആരാണ്? റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അമേരിക്കൻ ഐക്യനാടുകളല്ലേ. അമേരിക്ക സിംഗിൾ കൺട്രി അല്ലല്ലോ. അപ്പൊ അതിനകത്തുള്ള റോഡ് ഐലൻഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് ആര്? RIR. റോഡ് ഐലൻഡിന്റെ സ്റ്റേറ്റ് പേരാണ് ആര്? RIR. മറന്നു പോകണ്ട, മാറിപ്പോകരുത്. അതുപോലെ അതിന്റെ ബോഡി പറയുമ്പോഴത്തേക്ക് കപ്പക്കോഴിയാണെന്ന് പറഞ്ഞില്ലേ. കപ്പക്കോഴി എന്താണ്? അതിന്റെ ഒരു കളർ കൊണ്ട് മാത്രമല്ല, സൈസ് ലോങ് റെക്ടാങ്കുലാർ ബോഡിയാണ്. ഏകദേശം ഒരു റെക്ടാങ്കുലാർ സൈസിലാണ് ആ ബോഡി. ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ എടുത്ത് വെച്ചാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ലോങ് റെക്ടാങ്കുലാർ ബോഡിയാണ് RIRന്. അതുപോലെ മെയിൻ ടെയിൽ ഫെതേഴ്സ് ആൻഡ് സിക്കിൾ ഫെതേഴ്സ് ആർ ബ്ലാക്ക്. കണ്ടോ? ടെയിൽ ഫെതേഴ്സ് ഒക്കെ മെയിൻ ടെയിൽ ഫെതറും സിക്കിൾ ഫെതറും ഉണ്ട്. ഇതെല്ലാം ബ്ലാക്ക് അല്ലേ മക്കളെ? ബ്ലാക്ക് കളറാണ്. അതുപോലെ യെല്ലോ ഷാങ്ക് ആണ്. ഷാങ്ക് യെല്ലോ ആണ്. ഷാങ്ക് കളർ വേറെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്.
യെല്ലോ ഷാങ്ക് ആണ്. അതുപോലെ വെരി ഹാർഡി ബേർഡ്സ് അല്ലേ, അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് സർവൈവ് ചെയ്യാറുണ്ട്. ഇയർ ലോബിന്റെ കളറ് റെഡ് ആണ്. ഷാങ്ക് കളറ്, സ്കിൻ കളറ്, ഇയർ ലോബിന്റെ കളറും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലേ, ഓരോന്നിന്റെയും പഠിച്ചില്ലേ, ഏതിനൊക്കെയാണ് വ്യത്യാസം എന്ന് പഠിച്ചു. ഇയർ ലോബ് പഠിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമ്മൾ ഏത് ക്ലാസ്സിനാ വൈറ്റ് ഇയർ ലോബ് ഉള്ളതെന്ന് പഠിച്ചു അല്ലേ, ചോദ്യമാണ് ഞാൻ പറഞ്ഞത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ നോക്കാം എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്. റെഡ് ഇയർ ലോബ് ആണ്, വെരി ഹാർഡ് ബേർഡ്സ് ആണ്, അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായിട്ട് സർവൈവ് ചെയ്യും. നോക്കാം ഇത് എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്തത്, അഡീഷണൽ പോയിന്റ് ആണ്. ഇതിവിടെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല, നോട്ട് ചെയ്ത് തരാം. ഇപ്പൊ കാണാൻ പറ്റുന്നത് RIR is evolved from crossing between ബ്രഹ്മൻ ആൻഡ് ലങ്ഷാൻ ചിറ്റഗോങ് ബ്രീഡ്സ് അല്ലേ, അതായത് ബ്രഹ്മൻ ബ്രീഡും ലങ്ഷാൻ ബ്രീഡും ചിറ്റഗോങ് ബ്രീഡിന്റെ ക്രോസിങ്ങിലൂടെയാണ് RIR ഡെവലപ്പ് ചെയ്ത് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് RIR is evolved from crossing between ബ്രഹ്മൻ, ലങ്ഷാൻ ആൻഡ് ചിറ്റഗോങ് ബ്രീഡ്സ്. ഇത് നമ്മുടെ LPM ടെക്സ്റ്റിലുള്ള ഒരു ഭാഗമാണ്, ആ ഒരു അഡീഷണൽ നോട്ട്സുകളാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനെടുത്ത് ആഡ് ചെയ്യാറുള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം, ഒറിജിൻ എവിടെയാണ് മക്കളെ, റോഡ് ഐലൻഡ് ഓഫ് അമേരിക്ക അല്ലേ. അതുപോലെ അത് എന്താണ്, റോഡ് ഐലൻഡിന്റെ സ്റ്റേറ്റ് വെയ്ഡ് ആണ്. അതുപോലെ ലോങ് റെക്ടാങ്കുലർ ബോഡിയാണ് പ്രത്യേകത. മെയിൻ ടെയിൽ ഫെതേഴ്സും സിക്കിൾ ഫെതേഴ്സും ബ്ലാക്ക് കളറാണ്. യെല്ലോ ഷാങ്ക് ആണ്, ഡീപ്പ് റെഡ് ആണ് ഇതിന്റെ കളർ കേട്ടോ. അതുപോലെ റെഡ് ഇയർ ലോബ് ആണ്. പിന്നെ വെരി ഹാർഡ് ബേർഡ്സ് ആൻഡ് ത്രൈവ്സ് വെൽ ഇൻ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. ഇനി എന്താ പഠിക്കേണ്ടത്, കളർ എന്താ പഠിച്ചത്, ഞാൻ പറഞ്ഞു ഡാർക്ക് റെഡ് അല്ലേ, ഡാർക്ക് റെഡ് ആണ് കളർ എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെ മക്കളെ, ഹെന്ന് 3 കിലോഗ്രാമും കോക്ക് ആവറേജ് 3.8 കിലോഗ്രാം ആണ് വരുന്നത് അല്ലേ. എഗ്ഗുകളുടെ 150 എണ്ണം ഒരു വർഷത്തിൽ 150 മുട്ടയിടാൻ ശേഷിയുണ്ട് ആർക്ക് RIR-ന്. ഇത്രയും പഠിച്ചാൽ മതി. അഡീഷണൽ ആയിട്ട് എന്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി തന്നാൽ മതി. ബാക്കിയുള്ള എല്ലാം ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ് അല്ലേ. ഓക്കെ അല്ലേ. ഒറിജിൻ എവിടെയാണ്, റോഡ് ഐലൻഡ് ഓഫ് അമേരിക്ക. ഒന്ന് ഉറച്ചു പറഞ്ഞേ റോഡ് ഐലൻഡ് ഓഫ് അമേരിക്ക. ക്യാരക്ടർ പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ നമുക്ക് ഈ ചിത്രം കണ്ട ഓർമ്മ വരും. ലോങ് റെക്ടാങ്കുലർ ബോഡിയാണ്, ഡാർക്ക് റെഡ് ആണ് കളറ്, സിക്കിൾ ഫെതേഴ്സും മെയിൻ ടെയിൽ ഫെതേഴ്സും ബ്ലാക്ക് ആണ്, യെല്ലോ ഷാങ്ക് ആണ്, ഇയർ ലോബ് റെഡ് ആണ്. ഓർത്തിരുന്നേ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെടുത്തി അവ നന്നായിട്ട് സർവേ ചെയ്ത വെരി ഹാർഡി അനിമൽ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്താണ്, RIR എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിൻ ചോദിക്കുകയല്ല കേട്ടോ, ഒറിജിൻ ചോദിക്കത്തില്ല. അമേരിക്കൻ ക്ലാസ്സിലുള്ള ബ്രീഡാണോ എന്ന് ചോദിക്കാം, അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് അവിടെ വിഷയമുള്ള കാര്യമില്ല. അതുപോലെ സ്റ്റേറ്റ് ബേർഡ് ഓഫ് റോഡ് ഐലൻഡ് ചോദിക്കില്ല, കാര്യം എന്താ, റോഡ് ഐലൻഡ് റെഡ് നമ്മൾ എഴുതും അല്ലേ. അതുപോലെ ലോങ് റെക്ടാങ്കുലർ ബോഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ കളർ കേട്ടോ, കളറ് ഡാർക്ക് റെഡ് അങ്ങനെ ചോദിക്കില്ല, കാരണം RIR എന്നല്ലേ കളറ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ. എഗ് ഈൽഡും വെയിറ്റും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നാൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനകത്ത്. അതുപോലെ ഇത് ലോങ് റെക്ടാങ്കുലർ ബോഡി, മെയിൻ ടെയിൽ ഫെതേഴ്സ് ആർ സിക്കിൾ ഫെതേഴ്സ് ആർ ബ്ലാക്ക്, റെഡ് ഇയർ ലോബ് ഒന്ന് നോട്ട് ചെയ്യുക. ഇതെല്ലാം വേറെ സ്ഥലത്ത് പഠിച്ചാണ് നമ്മൾ. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. RIR-ൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഭാഗത്തിനാണ്. പിന്നെ ഉള്ളത് ഈ ക്യാരക്ടേഴ്സിനാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്. ഇതിനും രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഈ റെഡ് ഇയർ ലോബിന് വരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ RNP കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, RNP അല്ലേ, RIR പഠിച്ചു. ഇനി അടുത്ത പറ, RNP. എന്താണ്, പറ കമൻറ്റ് ഏതാണ്, കമൻറ്റ് ചെയ്തിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, ഞാൻ പഠിപ്പിച്ച് ഞാൻ പഠിച്ച് അത് പോരല്ലോ. ഏതാണ്, ന്യൂ ഹാംഷെയർ അല്ലേ, കുറേ പേര് പറഞ്ഞു. ന്യൂ ഹാംഷെയർ. അപ്പോൾ എന്നാൽ ന്യൂ ഹാംഷെയർ നോക്കാം. ന്യൂ ഹാംഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടാൽ നമുക്കറിയാം ഒരു ചെസ്റ്റ്നട്ട് റെഡ് ആണ്. ചെസ്റ്റ്നട്ട് റെഡ് RIR എന്ന് വന്ന സാധനം തന്നെയാണ് കേട്ടോ. ഓവൽ ബോഡി കണ്ട, ഒരു ഓവൽ ഷേപ്പ്ഡ് ബോഡിയാണ് എന്തിൻ്റെ, ന്യൂ ഹാംഷെയറിൻ്റെത്. അതുപോലെ RIR-ൻ്റെ പോലെ തന്നെ ഈ പറഞ്ഞ യെല്ലോ ആയിട്ടുള്ള ഷാങ്കും അതുപോലെ റെഡ് ഇയർ ലോബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കാം, ന്യൂ ഹാംഷെയർ. അപ്പോൾ എന്തൊക്കെയാണ്, ന്യൂ ഹാംഷെയർ സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചോദിക്കില്ല ഒരിക്കലും, കാര്യം എന്താ പേര് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ സിംഗിൾ കോമ്പാണ് അതിൻ്റെ ക്യാരക്ടർ അല്ലേ, സിംഗിൾ കോമ്പ്. RIR-ന് പ്രത്യേകം നമുക്ക് ഓർമ്മയുണ്ട, RIR-ന് സിംഗിൾ കോമ്പുണ്ട്, റോസ് കോമ്പുണ്ട്. RIR-ന് റെഡിനും വൈറ്റിനും അല്ലേ.
യെസ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകം സിംഗിൾ കോമ്പാണ്, നമുക്കറിയാം, നേരത്തെ പഠിച്ചാണ്. ഇവോൾഡ് ഫ്രം ആർ.ഐ.ആറിൽ നിന്നും ഉണ്ടായി വന്നതാണ് ഏത്, നമ്മുടെ ന്യൂ ഹാംഷെയർ. ഓവൽ ബോഡി ഷേപ്പാണ്, ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. റെഡ് ഇയർ ലോബാണ്. ആർ.ഐ.ആറുമായി ബന്ധപ്പെടുത്തി പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ. ഒറ്റ വ്യത്യാസം, ഇവിടെ സിംഗിൾ കോമ്പാണ്, റോസ് കോമ്പ് അങ്ങനെ എടുത്തു പറയുന്നില്ല. സിംഗിൾ കോമ്പാണ് ഇതിന്റെ വ്യത്യാസം. ആർ.ഐ.ആറിൽ സിംഗിൾ കോമ്പുണ്ട്, റോസ് കോമ്പുണ്ട് അല്ലേ. അടുത്ത് നോക്കാം, കളറ് ചെസ്റ്റ്നട്ട് റെഡ്. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം ഉണ്ടോ. എന്താണ് ചെസ്റ്റ്നട്ട് റെഡ് ആണ് ഇതിന്റെ കളറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർ.ഐ.ആറിൽ വരുന്നത്. ആർ.ഐ.ആർ അപ്പോൾ നോക്കാം, ഒന്നുകൂടെ നോക്കിപ്പോ അതിന്റെ ഇമ്പോർട്ടൻസ്. ഒറിജിൻ ചോദിക്കൂല. ക്യാരക്ടർ എടുക്കുമ്പോഴത്തേക്കും സിംഗിൾ കോമ്പ് താഴെ തന്നിരിക്കുന്നത് ഏതിനൊക്കെയാണ് സിംഗിൾ കോമ്പ് എന്ന് വേണം ചോദിച്ചിട്ട് ഓപ്ഷൻ തന്നാൽ എന്താണ് ന്യൂ ഹാംഷെയർ എന്താണ് സിംഗിൾ കോമ്പാണ്. ആർ.ഐ.ആറിന് ഇവോൾവ് ചെയ്ത ബ്രേഡ് ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ് ഏതാണ് ന്യൂ ഹാംഷെയർ ആണ്. ഓവൽ ബോഡി ഷേപ്പ്, റെഡ് ഇയർ ലോബ് അതെല്ലാം, അതുപോലെ യെല്ലോ ഷാങ്ക് എല്ലാം ആരുടെ പ്രത്യേകതയാണ് ന്യൂ ഹാംഷെയറിന്റെ പ്രത്യേകത. ഏതെന്ന് വന്നുകൊണ്ട് തന്നെ ആർ.ഐ.ആർ എന്ന് വന്നത് കൊണ്ട് തന്നെ ഏതെന്ന് വന്നോ ആർ.ഐ.ആർ ഒരു ഓവൽ ഷേപ്പ്ഡ് ബോഡി അല്ലേ മക്കളെ. അതെ, ഓവൽ ഷേപ്പ്ഡ് ആയിട്ട് ബോഡി. മറ്റേ അപ്പുറത്തേക്ക് കൊച്ചിനെ പെണ്ണിനെ കണ്ടാലും നമുക്കറിയാം ഓവൽ ഷേപ്പ്ഡ് ബോഡിയാണ്. കളർ പെക്യൂലിയാരിറ്റി ഉണ്ട്. ചെസ്റ്റ്നട്ട് റെഡ് എന്ന് പറയണം. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചെസ്റ്റ്നട്ട് റെഡ് എന്ന് തന്നെയാണ് അതിന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാം, അമേരിക്കൻ ക്ലാസ് ആണെന്നുള്ള അതിന് ഇമ്പോർട്ടൻസ് ആണ്. അത് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് അമേരിക്കൻ ക്ലാസ് പറയുന്ന ബേർഡാണെന്ന് പറയുന്നത് തന്നെ. സിംഗിൾ കോമ്പ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ് മക്കളെ, ഓവൽ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ റെഡ് ഇയർ ലോബിനാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആർ.ഐ.ആറിൽ വന്ന ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അല്ലെ. സിംഗിൾ കോമ്പാണെന്നുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതയാണുള്ളത്. അതിൻ്റെ ഒറിജിനാണ് പ്രത്യേകത, മറ്റൊരു വേരിയേഷൻ വരുന്നത്. പക്ഷേ ഒറിജിൻ ന്യൂ ഹാംഷെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, അമേരിക്കൻ ഐക്യനാടുകളിൽ ന്യൂ ഹാംഷെയർ ആണ് വന്നത്. ആ പേര് തന്നെ അതിനകത്ത് ഉണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന ബ്രീഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ R.N.P ആണല്ലേ. അപ്പോൾ എന്താണ് പി എന്താണ് മക്കളെ, പി ഫോർ യെസ് ഒന്ന് പറഞ്ഞേ. R.N.P ആകുമ്പോഴത്തേക്കും P4 എന്താടാ പറയടാ പ്ലിമത്ത് റോക്ക് അല്ലേ. എന്താണ് പ്ലിമത്ത് റോക്ക്. നിങ്ങൾ ഈ ഒരു ബേർഡ് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വെള്ള നിറം നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ വെള്ള നിറത്തിലുള്ള ബേർഡിനെയാണ് പലപ്പോഴും നമ്മൾ എന്തിൽ കാണുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ബ്രോയിലർ ബ്രീഡുകൾ അല്ലെങ്കിൽ ബ്രോയിലർ ക്രോസുകളിൽ കാണപ്പെടുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇതേപോലുള്ള എന്താണ് വാട്ടിൽസും ഇതേപോലുള്ള എന്താണ് സിംഗിൾ കോംബോ ഒക്കെ ഉള്ള സ്ട്രക്ചറുള്ള സാധനം തന്നെയാണ് എന്ത് നമ്മളിവിടെ കാണപ്പെടുന്ന മിക്കവാറും ഉള്ള ബ്രോയിലർ ബ്രീഡ്സ്. അതുകൊണ്ട് തന്നെ ആ ബ്രോയിലർ ബ്രീഡ്സിനെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അല്ലേ സംഭാവന കൊടുക്കുന്ന ഒരു ബ്രീഡാണിത് പ്ലിമത്ത് റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. ഒറിജിൻ മസാച്യുസെറ്റ്സ് ആണ്. എന്താണ് മസാച്യുസെറ്റ്സ്, എന്താണ് അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആണ് അതിൻ്റെ ഒറിജിൻ ചോദിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലിമത്ത് റോക്കിൻ്റെ ഒറിജിൻ ചോദിക്കാം. അതുപോലെ ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും ലോങ് ആൻഡ് ഡീപ്പ് ബോഡി കണ്ടോ, നല്ല ഡെപ്ത് ഉള്ള ബോഡിയാണ്, നീളമുള്ള ബോഡിയാണ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ ബ്രോയിലർ ബ്രീഡ്സിന്റെ പ്രത്യേകത എന്ന് പറയും ബ്രസ്റ്റിൽ ഒത്തിരി മീറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ബാക്കി നമ്മൾ നാടൻ കോഴി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കംപ്ലീറ്റ് വരുന്നത് ബ്രസ്റ്റിലല്ല, കാരണം ബ്രസ്റ്റിൽ ഒട്ടും മീറ്റ് ഉണ്ടാവില്ല. അതേസമയം നമുക്ക് ബ്രോയിലർ എടുക്കും ബ്രസ്റ്റ് പീസിലാണ് ഏറ്റവും കൂടുതൽ മീറ്റ് ഉള്ളത് അല്ലേ. ആ ഭാഗത്തല്ല ബ്രസ്റ്റ് ബോണിൻ്റെ പുറമെയാണ് ഏറ്റവും കൂടുതൽ കട്ടയ്ക്ക് മീറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് മീറ്റ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് കയറുന്നതും. അതുപോലെ നമുക്ക് ഫാറ്റ് ലെസ് ആയിട്ടുള്ള മീറ്റ് നമുക്ക് ലഭ്യമാകുന്നതും ബ്രസ്റ്റ് മീറ്റിലാണ് കേട്ടോ. നിങ്ങൾ ഇറച്ചി കോഴിയും അതുപോലെ അല്ലാത്ത കോഴിയും തമ്മിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ബ്രസ്റ്റ് പീസിലാണ് നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇറച്ചി കിട്ടുന്നത്, ബാക്കിയുള്ള ഒരു സ്ഥലത്തും അതുപോലെ പീസായിട്ട് എല്ലില്ലാതെ കട്ട് ചെയ്തെടുക്കാൻ ഇറച്ചി കിട്ടത്തില്ല അല്ലേ. ശരിയല്ലേടാ. അപ്പോൾ അതിൻ്റെ ഒറിജിൻ പഠിച്ചു വയ്ക്കണം. മസാച്യുസെറ്റ്സ് എന്നാണ്, മസാച്യുസെറ്റ്സ് ആണ് എൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും. പ്ലിമത്ത് റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ബാഡ് ആയിട്ടുള്ള ഒരു ഇതും കാണാൻ പറ്റും, വൈറ്റും കാണാൻ പറ്റും. ഇതിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ എന്തിനു ഉപയോഗിക്കുന്നത്, നമ്മൾ ഇവിടെയൊക്കെ ക്രോസ് ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു എന്താണ് ബ്രോയിലർ കോഴികളുടെ ഫാമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കളർ പാറ്റേൺ ഉള്ള ബേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ബാർഡ് പ്ലുമേജ് ഉള്ളതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലോങ് ആൻഡ് ഡീപ്പ് ബോഡിയാണ്, സിംഗിൾ കോമ്പാണ് കേട്ടോ, സിംഗിൾ കോമ്പാണ് നമുക്കറിയാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർക്കുന്നു, റോസ് കോംബ് ഏതിനാണ്, BCക്കാണ്, ബ്രഹ്മയ്ക്കും കോർണിഷുമാണ് റോസ് കോംബ് നമ്മൾ പഠിച്ചത്. അതുപോലെ റോസ് കോംബല്ല റോസ് കോംബ് ഏതിനൊക്കെ പഠിച്ചത്, വൈറ്റ് ലഗോൺ. അതുപോലെ R.I.R.നുമാണ് നമ്മൾ റോസ് കോംബ് പഠിച്ചത്. ബാക്കിയുള്ള എല്ലാത്തിനും എന്താണ് സിംഗിൾ കോംബ് തന്നെയാണ് വരുന്നത് നമ്മൾ പഠിച്ചത് അല്ലേ. യെസ്, ലോങ് ആൻഡ് ഡീപ്പ് ബോഡി സിംഗിൾ കോംബ് ഏതാണ് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിച്ചു. അതുപോലെ റെഡ് ഇയർ ലോബാണ്. വൈറ്റ് ഇയർ ലോബ് പ്രധാനമായിട്ട് ഏതിനാ വരുന്നത്, മെഡിറ്ററേനിയൻ ക്ലാസിന്റെ കൃത്യമായ ക്യാരക്ടറാണ് വൈറ്റ് ഇയർ ലോബ് കേട്ടോ.
റെഡ് ഇയർ ലോബാണ്. എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ബ്രോയിലർ പ്രൊഡക്ഷൻ ആൻഡ് ഹാസ് എ ഗുഡ് ഫ്ലഷിംഗ് എബിലിറ്റി. കണ്ടോ, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കും കേട്ടോ, ഏതാണ് ഗുഡ് ഫ്ലഷിംഗ് എബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കൃത്യമായ പ്രത്യേകതയാണ് കേട്ടോ. എന്താണ് ബ്രോയിലർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബ്രോയിലർ ക്രോസുകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ബ്രീഡാണ് എന്ത്, പ്ലിമത്ത് റോക്ക്. എന്താണ് പ്ലിമത്ത് റോക്ക്? എന്താണ് പ്ലിമത്ത് റോക്ക്? എന്താണ് പ്ലിമത്ത് റോക്ക്? പലപ്പോഴും ഞാൻ ഈ നമ്മൾ ലൈഫ് സ്റ്റോക്ക് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ബ്രോയിലർ കോഴി എന്ന് പറയുമ്പോൾ വൈറ്റ് ലഗോൺ കോഴി എന്ന് നമ്മൾ വിചാരിച്ചിരുന്നല്ലേ. ബ്രോയിലർ കോഴി എന്ന് പറയുമ്പോൾ അത് വെള്ള കളർ ആയതുകൊണ്ട് അത് വൈറ്റ് ലഗോണാണ്. പക്ഷെ അങ്ങനെയല്ല. വൈറ്റ് ലഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മുട്ടക്കോഴിയാണല്ലേ. വൈറ്റ് ലഗോണിന്റെ ഒരു പെടയ്ക്ക് 2 കിലോഗ്രാം താഴെ ഭാരം ഉണ്ടാകത്തുള്ളൂ അല്ലേ. ശരിയല്ലേ മക്കളെ? വൈറ്റ് ലഗോൺ മുട്ടക്കോഴിയാണ്. ബ്രോയിലർ കോഴി എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റ് ലഗോൺ അല്ല, അത് പ്ലിമത്ത് റോക്കിന്റെ ക്രോസ് ആണ്. എന്താണ് പ്ലിമത്ത് റോക്കിന്റെ ക്രോസ് ആണ്. എന്താണ് പ്ലിമത്ത് റോക്കിന്റെ ക്രോസ് ആണ്. നമ്മൾ സാധാരണ കാണപ്പെടുന്ന എല്ലാ ബ്രോയിലർ ബ്രീഡ്സും മിക്കവാറും നമ്മളെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ബ്രീഡ്സ് എല്ലാം എന്താണ്, പ്ലിമത്ത് റോക്കിന്റെ ക്രോസുകളാണ്. മനസ്സിലായി. ഇനി നിങ്ങൾ കൊച്ചിയിലല്ല കോഴിക്കോടൊക്കെ ചെന്നാൽ ലഗോൺ ബിരിയാണി കിട്ടും. ലഗോൺ ബിരിയാണി ഇപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടും. ലഗോൺ ബിരിയാണി എവിടെ നിന്ന് അറിയാമോ? നമ്മുടെ പാരഗൺ ഇല്ലേ, പാരഗൺ കോഴിക്കോടുള്ള അതേ പാരഗണിന്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇവിടെ ലുലു മാളിലും ഉണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് അല്ലാതെ വരുന്ന സാധനം ഭയങ്കര തിരക്കാണ്. പിന്നെ തിരക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവന്മാർ എന്ത് ചെയ്യും, അതെനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ആരും നെഗറ്റീവ് ആക്കുന്നതല്ല. എന്തായാലും വെയിറ്റിംഗ് ഉണ്ട് അവിടെ. കോഴിക്കോട് ഇതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് വെയിറ്റിംഗ് ആണ്. നമ്മൾ ചെന്ന് നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ സീറ്റ് റെഡിയാകുമ്പോൾ നമ്മൾ വിളിക്കും. എന്നാൽ മാത്രമേ നമ്മൾ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്നാലും ലഗോൺ ബിരിയാണി സൂപ്പർ ബിരിയാണിയാണ്. എന്താ ലഗോൺ ബിരിയാണി എന്ന് പറഞ്ഞാൽ, ഈ മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോഴിയില്ലേടാ, ഒട്ടും മീറ്റ് ഉണ്ടാവില്ല, വളരെ മീറ്റ് കുറവായിരിക്കും. ആ കോഴിയുടെ ഇറച്ചി വെച്ചിട്ടാണ് ആ ലഗോൺ ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ലഗോൺ ബിരിയാണി. അപ്പോൾ വൈറ്റ് ലഗോനാണ് നമ്മുടെ ബ്രോയിലർ ബ്രീഡ്. ഒരിക്കലും ഇനി ഞങ്ങൾ ആരുടെ എന്ത് ചെയ്യാൻ പാടില്ല, പറഞ്ഞു കൊടുക്കരുത്. മാത്രമല്ല ആരെങ്കിലും അങ്ങനെ പറയണമെങ്കിൽ പറയണം, മക്കളെ ഇതിൽ വൈറ്റ് ലഗോൺ അല്ല, വൈറ്റ് ലഗോൺ മുട്ടക്കോഴിയാണ്. ഇതെന്താണ്, ഇത് മീറ്റിന് വേണ്ടിയുള്ള കോഴിയാണ്. ഇത് ഏതിൻ്റെ ക്രോസാണ്, പ്ലിമത്ത് റോക്കിന്റെ ക്രോസുകളാകാനാണ് സാധ്യത കൂടുതൽ. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കളർ എന്ന് പറയുമ്പോഴത്തേക്കും വേരിയസ് കളറുണ്ട്. വൈറ്റ് കളറുണ്ട്, ബഫ് കളറുണ്ട്, ബാഡ് കളറുണ്ട്. ഇത് കാണുന്നത് വൈറ്റ് കളറും ബാർഡ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് കാണുന്നത് കേട്ടോ. അപ്പം ഇതിൽ വൈറ്റ് കൊണ്ട് ഞാൻ ബഫ് കളർ കൊടുത്തില്ല. ബഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇതിൻ്റെ ആ ഒരു ഇരുണ്ട നിറം മാത്രമുള്ള കളറാണ് ബഫ് കളർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കളർ വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കി പോകാം മക്കളെ. ഏതൊക്കെയാണ് പറഞ്ഞത്? RNP നമ്മൾ പഠിച്ചു അല്ലേ. RNPയിൽ P പ്ലിമത്ത് റോക്ക്, RNPയിൽ P പ്ലിമത്ത് റോക്ക്. ഒറിജിൻ മാസച്യൂസെറ്റ്സ്. ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതിനാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഈ പറഞ്ഞ സാധനത്തിനാണ്. ഏതിനാണ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ബ്രോയിലർ പ്രൊഡക്ഷൻ ആസ് എ ഗുഡ് ഫ്ലഷിംഗ് എബിലിറ്റി. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ. അതുപോലെ നോക്കാം, ഇവിടെ അതിൻ്റെ ഒരു എവല്യൂഷൻ ഹിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. അതൊരു അഡീഷണൽ പോയിന്റ് ആണ്. ഇവോൾവ് ഫ്രം ക്രോസിംഗ് ഡൊമിനിക് ആൻഡ് ബ്ലാക്ക് കൊച്ചിൻ അല്ലേ. അതുപോലെ ഡൊമിനിക് എന്ന് പറയുന്ന സംഭവം ബ്ലാക്ക് കൊച്ചിനുമായിട്ടുള്ളൊരു എവല്യൂഷൻ ഹിസ്റ്ററി അതിനകത്തുണ്ട്. ഡൊമിനിക് ബ്ലാക്ക് കൊച്ചിൻ ഞാൻ നോട്ടിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ പോയിന്റ് ആണ്. അത് ഭയങ്കരമായിട്ട് കാണാൻ പിടിച്ച് വെക്കുന്നത് വേണ്ട. എന്നാലും പ്ലിമത്ത് റോക്കിന്റെ ഒറിജിൻ അല്ലെങ്കിൽ പറഞ്ഞ എവല്യൂഷൻ ഹിസ്റ്ററിയിൽ വരുന്ന ബാക്കിലോട്ട് വരുന്ന ബ്രീഡ്സ് ഡൊമിനിക്കും ബ്ലാക്ക് കൊച്ചിനുമാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ബ്രോയിലർ പ്രൊഡക്ഷൻ അല്ലേ. ഗുഡ് ഫ്ലഷിംഗ് എബിലിറ്റി ഉണ്ട് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മസാച്യൂസെറ്റ്സ് ആണ് അതിന്റെ ജന്മദേശം. എന്താണ്, മസാച്യൂസെറ്റ്സ് ആണ്. സിംഗിൾ കോമ്പാണ്, റെഡ് ഇയർ ലോബാണ്, ലോങ് ആൻഡ് ഡീപ്പ് ബോഡി. ഇതിനെല്ലാം കൂടെ ഒരു മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്താൽ മതി. കളർ എന്ന് പറയുമ്പോൾ എന്താണ്, ബഫ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബാർഡ് പ്ലുമേജും ഉണ്ട് അല്ലേ. ബഫ് പ്ലുമേജ് ഉണ്ട്, വൈറ്റ് പ്ലുമേജ് ഉണ്ട്, ബാർഡ് പ്ലുമേജും ഉണ്ട്. ഓക്കെ അല്ലേടാ. ഓക്കെ. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ RNPയുടെ കൂടെ പഠിച്ചു പോകാം. അതിൻ്റെ പേരൊന്നുമില്ല, വെൻഡോട്ടെ എന്നാണ്. വെൻഡോട്ടെ കേട്ടോ. ഇത് നമുക്ക് അമേരിക്കൻ ക്ലാസ്സിൽ വരുന്നതാണ്. ഈ പേര് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്താൽ മാത്രം മതി. അമേരിക്കൻ ക്ലാസ്സിൽ നമ്മുടെ LPM ബുക്കിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ. ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഇട്ടേക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രമേ പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കാം ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് എന്ന് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ പഠിക്കണം? ASC അല്ലേ. ആസ്ട്ലോപ്പും കോർണിഷും പഠിക്കണം. ആസ്ട്ലോപ്പും കോർണിഷും പഠിക്കണം. ആസ്ട്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടാൽ തന്നെ അറിയും, നല്ല അടിപൊളി ഒരു കോഴിയല്ലടാ. നിൽപ്പ് കണ്ടാ നിങ്ങൾ? ആസ്ട്ലോപ്പ്. ആ പേര് തന്നെയുണ്ട് അതിൻ്റെ ഒറിജിൻ. അതുകൊണ്ട് അത് ചോദിക്കുകയല്ല. ഏതാണ്? ഓസ്ട്രേലിയ ആണ് ആസ്ട്ലോപ്പിന്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ. എന്താണ്? ഓസ്ട്രേലിയയാണ് ഓസ്ട്ലോപ്പിന്റെ ഒറിജിൻ. ഇനി നോക്കാം ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് ഷാങ്ക്, ടോസ്, അതുപോലെ ബീക്ക്, ഇത്രയും കാര്യങ്ങൾ ബ്ലാക്ക് ആണ്. ബീക്ക് കണ്ടോ, അതിന് കൊമ്പല്ല ചുണ്ട് ബ്ലാക്ക് അല്ലേ. ടോസ് ബ്ലാക്ക് അല്ലേ, ഷാങ്ക് ബ്ലാക്ക് അല്ലേ. ഇത്രയും നേരം പഠിച്ച എല്ലാം യെല്ലോ ഷാങ്ക് ആയിരുന്നല്ലേ.
അല്ലേ? ആണ്. അപ്പോൾ ഷാങ്കിന്റെ കളർ എന്താണ്? ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആണ്. സിംഗിൾ കോമ്പാണ്. നമുക്ക് സംശയമില്ല. കാരണം എന്താണ്? റോസ് കോംബ് ഏതിനാണെന്നും പീ കോംബ് ഏതിനൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? സിംഗിൾ കോമ്പാണ്. സിംഗിൾ കോമ്പാണ്. റെഡ് ഇയർ ലോബാണ്. ഒരു വ്യത്യാസമില്ല. ഇതുവരെ പഠിച്ച എല്ലാം റെഡ് ഇയർ ലോബാണ്. അതുപോലെ കളർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്. ഇത് ആസ്ലോപ്പുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം ചോദിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്ന ആസ്ലോപ്പിന്റെ കളർ എന്നായിരിക്കും. കാരണം ടെക്സ്റ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഇതാ ഈ കളറിന് കൊടുക്കണം. എന്താ? ചുമ്മാ കളറല്ല, ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്. എന്താ ഗ്രീനിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞാല്? ഒരു പച്ച കലർന്ന കളറല്ലേ? നിങ്ങൾ പലപ്പോഴും ഒരു കോഴിയുടെ, കറുത്ത കോഴിയിൽ മേല് വെളിച്ചം അടിക്കുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ മയിൽപ്പീലി പോലെ ഒരു പച്ച തിളക്കം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ലസ്ട്രസ് ഗ്രീൻ കളർ. എന്താണ് ലസ്ട്രസ് ഗ്രീൻ കളർ? വെയിലടിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു പച്ച കളറിൽ കറുപ്പ് തിളങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കറുപ്പ് തിളങ്ങി അതിനെയാണ് പറയുന്നത് ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് എന്ന് പറയുക. അപ്പോൾ ആസ്ലോപ്പ് ഏസിയാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലണ്ടിൽ എന്താണ് തണുപ്പായത് കൊണ്ട് തന്നെ നമ്മൾ ആസ്ലോപ്പ് പഠിക്കുന്നു. ഇംഗ്ലണ്ട് അതിന്റെ ഒറിജിൻ എവിടെയാണ് മക്കളെ? ആസ്ട്രേലിയ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുന്ന ആസ്ലോപ്പിന്റെ ഒറിജിൻ എവിടെ? ആസ്ട്രേലിയ. ക്യാരക്ടർ പഠിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് കളർ. അതുപോലെ നോക്ക ബീക്കും ഷാങ്കും ടോസും എല്ലാം ബ്ലാക്ക് ആണ്. പിന്നെ ബാക്കി രണ്ടും സെയിം തന്നെ. സിംഗിൾ കോമ്പാണ്. റെഡ് ഇയർ ലോബാണ്. ഒരു വ്യത്യാസവുമില്ല. പഴയ പോലെ ഇത്രയും നേരം പഠിച്ചു വന്നത് പോലെ തന്നെ. അതുപോലെ ഓർപ്പിംഗ്ടൺ എന്ന് പറയുന്ന ചിക്കനിൽ നിന്നും ഇവോൾവ് ചെയ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഇതാണ് ഇവോൾവ് ഫ്രം ബ്ലാക്ക് ഓർപ്പിംഗ്ടൺ. ബ്ലാക്ക് ഓർപ്പിംഗ്ടൺ എന്നുള്ള എവല്യൂഷൻ ഹിസ്റ്ററി അതിനകത്തുണ്ട്. അത് നമ്മളൊരു അഡീഷണൽ പോയിന്റ് ആണ് കേട്ടോ. നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇവോൾവ് ഫ്രം ബ്ലാക്ക് ഓർപ്പിംഗ്ടൺ. കൃത്യമായിട്ട് ആസ്ട്രലോർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്. ആസ്ട്രലോർപ്പ്, ലസ്ട്രസ്, കണ്ടോ ആ പേര് തന്നെ, ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്. ആസ്ട്രലോർപ്പ്, ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്. ആസ്ട്രലോർപ്പ്, ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് അല്ലെ? തിളങ്ങുന്ന പച്ച പോലെയുള്ള കറുത്ത നിറമാണ്. അത്രയും കറുപ്പുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എന്തൊക്കെ ബീക്കും ഷാങ്കും ടോസും എല്ലാം കറുപ്പാണ്. ഓക്കെ. അതുപോലെ സിംഗിൾ കോമ്പാണ്. റെഡ് ഇയർ ലോബാണ്. മനസ്സിലായി? ഒന്നുറച്ചു പറഞ്ഞേ മക്കളെ, ഒന്നുറച്ചു പറഞ്ഞേ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കാനുള്ള ഏതൊക്കെ? AC പഠിക്കണം, ആസ്ലോപ്പും കോർണിഷും പഠിക്കണം അല്ലേ? AC പഠിക്കണം അല്ലേ? അപ്പൊ ഒറിജിൻ എവിടെ? ഓസ്ട്രേലിയ. ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കളർ ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്. ക്യാരക്ടർ നോക്കാം, ബീക്ക് ഷാങ്ക് ടോക്സ് ആൻഡ് ബ്ലാക്ക്. സിംഗിൾ കോംബ് റെഡ് ഇയർ ലോബ്. ബ്ലാക്ക് ഓർപ്പിംഗ്ടണിൽ നിന്നും ഇവോൾവ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു അല്ലേ? ഇത്രയും കാര്യങ്ങൾ ആസ്ട്രലോപ്പ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതെന്ന് ഞാൻ പറഞ്ഞില്ലേടാ? ആസ്ട്രലോപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതാണ്? ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്കിലാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ആസ്ട്രേലിയക്ക് ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. കാരണം ചോദിക്കുകയല്ല, ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന് രണ്ടിനും ഒരു മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ സഹകാരിയുടെ ക്ലാസ് പരീക്ഷകൾ കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിനും സെയിം ഇമ്പോർട്ടൻസ് ആയി മാറും. ഓക്കെ. അപ്പോൾ അടുത്തത് കഴിച്ചാൽ സി കോർണിഷ പഠിക്കാൻ പോകുന്നല്ലേ? സി കോർണിഷ് പഠിക്കാൻ പോകുന്നു. കോർണിഷ് കണ്ടോ? നോക്കോ, ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും കോൺവാൾ, ഇംഗ്ലണ്ടിലെ കോൺവാൾ ആണ് ഇതിന്റെ ഒറിജിൻ. ഇംഗ്ലണ്ടിലെ കോൺവാൾ. നോക്കൂ, അതൊരു വളരെ അടിപൊളി ഒരു 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 ഇതല്ലേ, വല്ലാത്തൊരു ഇതാണല്ലേ. അതിന്റെ ഇത് കണ്ട? ഏതാണ്? കോമ്പ് കണ്ട? പീക്കോമ്പ് കണ്ടാടാ? പീക്കോമ്പ് കണ്ടാടാ? കണ്ട? അതുപോലെ കണ്ട? പീക്കോമ്പ് കണ്ട? ഇതാണ് പീക്കോമ്പ്. ഇങ്ങനെ ഇരിക്കും പീക്കോമ്പ്. അപ്പൊ നമ്മൾ ഏതിനൊക്കെ പീക്കോമ്പ് പഠിച്ചേ? ഏതിനൊക്കെ? BCക്ക് ബ്രഹ്മയ്ക്കും കോർണിഷിനും അല്ലേ? BC അല്ലേ പീക്കോമ്പ് കോഡ്? ഓർമ്മയുണ്ടല്ലോ പഴയത്? യെസ്, കോർണിഷ്. ഒറിജിൻ എവിടെ? കോൺവാൾ, ഇംഗ്ലണ്ട്. സിനോണിം ഉണ്ട് അതിന്. ഇന്ത്യൻ ഗെയിം എന്നൊരു സിനോണിം ഉണ്ട്. പക്ഷേ നോ ഡയറക്റ്റ് ഇന്ത്യൻ കണക്ഷൻ. ഇന്ത്യക്കാരനല്ല. ഇന്ത്യൻ ഗെയിം എന്ന് ഒരു എന്താണ് ഒരു സിനോണിം ഉണ്ടെങ്കിൽ കൂടിയും എന്തല്ല, ഇന്ത്യക്കാരനല്ല. പക്ഷെ അതിനൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. നമ്മളെ അസീൽ എന്ന് പറയുന്ന ബ്രീഡ് ഇതിനെ ഉണ്ടാക്കുന്നതിലൊരു വ്യക്തമായ പങ്ക് വഹിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അസീൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഗെയിം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രീഡ് അസീൽ. നിങ്ങൾക്കറിയാലോ, അസീൽ എന്ന് പറയുമ്പോഴത്തേക്കും പോരുകോഴി അല്ലേ? പോരുകോഴി, അസീൽ. അപ്പൊ അതിനെ നമ്മളെ ഈ ഇന്ത്യൻ ഗെയിം എന്ന് പറയപ്പെടുന്ന കോൺവാളിൽ ഉണ്ടായി വന്ന കോർണിഷിനെ ബ്രീഡ് ചെയ്യുന്നതിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ കുറെ ക്യാരക്ടർ എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നോ ഡയറക്റ്റ് ഇന്ത്യൻ കണക്ഷൻ. ഇന്ത്യൻ അല്ല ഈ ബ്രീഡ്. ഇന്ത്യൻ ഗെയിം എന്നാണ് സിനോണിം. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗെയിം എന്നറിയപ്പെടുന്ന എന്താ ബ്രീഡ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യൻ ഗെയിം എന്ന് പറയുന്ന ബ്രീഡാണ് കോർണിഷ്. എന്താണ് കോർണിഷ്? അതുപോലെ ഇനി നമുക്ക് ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് നോക്കാം.
അൺലൈക്ക് അതർ ഇംഗ്ലീഷ് ക്ലാസ് ബേർഡ്സ് യെല്ലോ സ്കിൻ, പീക്ക് കോംബ്, റെഡ് ഇയർ ലോബ്. മറ്റുള്ള ഇംഗ്ലീഷ് ക്ലാസ് ബേർഡ്സ് നോക്കുമ്പോഴത്തേക്കും വൈറ്റ് സ്കിന്നാണ്. പക്ഷേ ഇവിടെ എന്താണ്? യെല്ലോ സ്കിന്നാണ്, പീക്ക് കോംബാണ്, റെഡ് ഇയർ ലോബാണ്. യെല്ലോ സ്കിൻ. മറ്റുള്ള എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സിനും എന്താണ്? സ്കിന്ന് വൈറ്റ് ആണ്. അതുപോലെ കോംബ് ടൈപ്പ് പീ കോംബാണ്. ഇയർ ലോബ് റെഡ് ആണ്. യെല്ലോ സ്കിന്നും പീ കോംബും എന്തിന്റെ പ്രത്യേകതയാണ് മക്കളെ? ഇന്ത്യൻ ഗെയിം എന്നറിയപ്പെടുന്ന കോർണിഷിന്റെ പ്രത്യേകതയാണ്. ഇയർ ലോബ് റെഡ് ആണ്. ഓക്കെ. ഹെവിലി മീറ്റഡ് ബോഡി. കണ്ടോ, നല്ല മീറ്റി ആയിട്ടുള്ള ബോഡിയാണ്. അതുപോലെ അതുകൊണ്ട് തന്നെ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബ്രോയിലർ ക്രോസുകൾ, അല്ലേ? ബ്രോയിലർ ക്രോസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടാ നമുക്കറിയാമല്ലോ, നല്ല ഇറച്ചിയുള്ള മീറ്റുള്ള, അല്ലേ? കണ്ടാ ഉരുണ്ടിരിക്കുന്ന സാധനം അല്ലേടാ. കണ്ടാ ഇതുവരെ ഇങ്ങനെ ഇരിക്കുക, അല്ലേ? ഇനി ഇതിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ വേരിയസ് കളറുണ്ട്. വൈറ്റ്, റെഡ് ഒക്കെ ഉണ്ട്. വൈറ്റ് വെറൈറ്റി നല്ല പോപ്പുലർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഏതൊക്കെയാ പഠിച്ചേ നമ്മൾ? AC, എന്തൊക്കെയാണ്? ഓസ്ട്ലോപ്പും കോർണിഷും പഠിച്ചു ഇംഗ്ലീഷ് ക്ലാസ്സിൽ, അല്ലേ? ഓസ്ട്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് റെഡ് യെല്ലോ പൈനാണ് സംബന്ധിച്ചു. പക്ഷേ പീ കോംബല്ല, സ്കിന്ന് വൈറ്റ് ആണ്, അല്ലേ? അതുപോലെ എന്താണ്? യെല്ലോ. ഇവിടെ എന്താണ്? യെല്ലോ സ്കിന്നാണ്. മറ്റെന്താണ്? കോംബ് എന്താണ്? സിംഗിൾ കോംബാണ്. നമുക്കറിയാം. ഇയർ ലോബ് അവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ റെഡ് ആണ്. കുഴപ്പമൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഒന്നുകൂടെ നോക്കാം. ഒറിജിൻ പഠിക്കണം. കോൺവാൾ, ഇംഗ്ലണ്ടിലെ കോൺവാൾ, അല്ലേ? സിനോണിം എന്താണ്? ഇന്ത്യൻ ഗെയിം. വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്ത്യൻ ഗെയിം എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചിട്ട് അവസാനം അസീലും കോർണിഷും എഴുതി കഴിഞ്ഞാൽ അസീൽ ഇന്ത്യയിൽ ഗെയിം പർപ്പസിന് ഉപയോഗിക്കുന്ന ബേർഡാണ് അസീൽ. ഇന്ത്യൻ ഗെയിം. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇന്ത്യൻ ഗെയിം എന്താണ്? കോർണിഷാണ്. കോർണിഷ്. കോൺവാൾ, ഇംഗ്ലണ്ടിലെ കോൺവാളിൽ ജനിച്ച കോർണിഷാണ് ഇന്ത്യൻ ഗെയിം. ഓക്കെ അല്ലേ? ക്യാരക്ടർ പഠിക്കുമ്പോഴത്തേക്ക് എന്ത് പഠിക്കണം? പീ കോംബാണെന്ന് പഠിച്ചിരിക്കണം നമ്മൾ കൃത്യമായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർണിഷിന്റെ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഉണ്ട് കോർണിഷിന് പീ കോംബാണെന്നുള്ള കാര്യം. യെല്ലോ സ്കിൻ പഠിച്ചിരിക്കണം നമ്മൾ. രണ്ടാമത്തെ ഇമ്പോർട്ടൻസേ ഉള്ളൂ. അതെ. അതുപോലെ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബ്രോയിലർ ക്രോസസ്. രണ്ട് സാധനം. എത്ര ബ്രോയിലർ പഠിച്ച ഏതൊക്കെയാണ്? കോർണിഷും അതുപോലെ പ്ലിമത്ത് റോക്കോ, അല്ലേ? ഇത് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് കൂടി പുറത്ത് പഠിക്കാം. കളറൊന്നും അങ്ങനെ ചോദിക്കുകയല്ല. ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോർണിഷിനെ കുറിച്ച് പഠിച്ചു നമ്മൾ, അല്ലേ? ഇതെല്ലാം കൂടെ അവസാനം ആകുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞു പോകും സാറേ എന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. തിരിഞ്ഞു മറിഞ്ഞൊന്നും പോകത്തില്ല. ഇത് തിരിഞ്ഞു മറിഞ്ഞു പോകും. പക്ഷെ തിരിഞ്ഞു മറിഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മൾ അടുക്കി വയ്ക്കും. അടുക്കി വയ്ക്കും. അതിനാണ് പരീക്ഷ തന്നെ. മനസ്സിലായോ? ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് ബ്രീഡ്സും നമ്മൾ നോക്കുക. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനില്ല. സസെക്സ് പഠിക്കാനുണ്ട്. അതുപോലെ ഓർപ്പിംഗ്ടൺ. ഈ രണ്ട് കാര്യങ്ങളും ഇംഗ്ലീഷ് ക്ലാസ്സിലാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ പഠിക്കാനില്ല, നമ്മുടെ ടെക്സ്റ്റിലില്ല. പക്ഷേ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിലുള്ള മറ്റ് ബേർഡ്സ് ഏതൊക്കെയാണ്? സസെക്സും ഓർപ്പിംഗ്ടൺ ആണ്, അല്ലേ? സസെക്സും ഓർപ്പിംഗ്ടൺ, അല്ലേ? ബ്ലാക്ക് ഓർപ്പിംഗ്ടൺ എന്ന് ഒരാളെ വന്ന ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബ്ലാക്ക് ഓർപ്പിംഗ്ടൺ എന്നാണ് ആര് വന്നതെന്ന് പറഞ്ഞു? ഇതുപോലെ ഇരിക്കുന്ന ബേർഡ് നിങ്ങൾ പഠിച്ചില്ലടാ. ഏതാണ്? ആസ്ട്ലോപ്പ്, അല്ലേ? ആസ്ട്ലോപ്പ്. കണ്ട അതുപോലെ തന്നെ കറുത്ത കാലും കറുത്ത കൊമ്പൊക്കെ അല്ലേ? ആണ്. ഏകദേശം അതേ കളറൊക്കെ അല്ലേ? യെസ്. പണ്ടത്തെ പുസ്തകത്തിൽ നമുക്ക് ഓർപ്പിംഗ്ടൺ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. പണ്ട് നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഓർപ്പിംഗ്ടൺ സസെക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഏതൊക്കെ വരുന്നു? സസെക്സും ഓർപ്പിംഗ്ടണും വരുന്നു. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊക്കെ പഠിക്കുന്നത്? AC മാത്രമേ പഠിക്കുന്നുള്ളൂ. ആസ്ട്ലോപ്പും കോർണിഷും മാത്രമേ പഠിക്കുന്നുള്ളൂ. സസെക്സും ഓർപ്പിംഗ്ടണും ഇംഗ്ലീഷ് ക്ലാസ്സിൽ പെടുന്ന ബ്രീഡ്സ് ആണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞു, അല്ലേ? ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞാൽ ഇനി മെഡിറ്ററേനിയൻ ക്ലാസ് ആണ്. മെഡിറ്ററേനിയൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ആരോടി വരണം? വൈറ്റ് ലഗോൺ കോഴി ഓടി വരണം, അല്ലേ? മെഡിറ്ററേനിയൻ ക്ലാസ് ഈസ് വെരി വെൽ നോൺ ഫോർ ദെയർ എഗ് പ്രൊഡക്ഷൻ. പൊതുവേ ബാക്കിയുള്ളതെല്ലാം ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സുകളാണ് കൂടുതലും ഉള്ളത്. ഇവിടെ എന്താണ്? എഗ് പ്രൊഡക്ഷന് അവർ വെൽ നോൺ ആണ് മെഡിറ്ററേനിയൻ ക്ലാസ്. അപ്പോൾ നോക്കാം. ആദ്യം പഠിക്കുന്ന ആരാണ്? ബ്ലാക്ക് മൈനോർക്ക, അല്ലേ? മെഡിറ്ററേനിയൻ ക്ലാസ്സിലേക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് മൈനോർക്കയും വൈറ്റ് ലഗോണും. ആക്ച്വലി ഇത് ബ്ലാക്ക് മൈനോർക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. മൈനോർക്ക ഇസ് എ ബ്രീഡ്. ബ്ലാക്ക് മാത്രമല്ല, വേറെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ബ്രീഡായിട്ട് പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് മൈനോർക്ക മാത്രമാണ്. അതേപോലെ വൈറ്റ് ലഗോണിലും വൈറ്റ് മാത്രമല്ല, ലഗോൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്രീഡ്. പക്ഷെ നമുക്ക് വൈറ്റ് വെറൈറ്റി ഒരു ബ്രീഡായിട്ട് നമ്മൾ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ അത് പഠിച്ചാൽ മതി. അപ്പോൾ ബ്ലാക്ക് മൈനോർക്ക നോക്കാം. ബ്ലാക്ക് മൈനോർക്ക ആ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലേ, അവൻ്റെ മുഖത്ത് എന്താ ഒരു വെളുപ്പ്, ചെവിടെ അടിച്ചാരാ പൊട്ടിച്ചതുപോലെ. ബാക്കിയെല്ലാം കറുപ്പും ചുവപ്പും, മുഖത്ത് മാത്രം ഒരു വെളുപ്പല്ലേ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും സ്ഥിരം ചോദിക്കുന്നതും. നേരത്തെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറിജിൻ എവിടെയാണ് ബ്ലാക്ക് മൈനോർക്കയുടെ? സ്പെയിൻ ആണ്. സ്പെയിൻ.
മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റലിയും സ്പെയിനൊക്കെ വരുന്ന ഏരിയ അല്ലേ മെഡിറ്ററേനിയൻ ഏരിയ. സ്പെയിൻ ഹീസ് എ സ്പാനിഷ് ഗൈ. ഒരു പച്ച പരിഷ്കാരിയാണ്, സ്പാനിഷ് ഗൈ. അവന്റെ മുഖം കണ്ട? യെസ്. ബ്ലാക്ക് മൈനോർക്ക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മെഡിറ്ററേനിയൻ നമുക്കറിയാം. അപ്പോൾ ബ്ലാക്ക് മൈനോർക്കയുടെ ഒറിജിൻ എവിടെയാണ്? സ്പെയിൻ ആണ്. അതിന്റെ സിനോണിം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ എന്നും റെഡ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് എന്നും ഉത്തരമുണ്ട്. നോക്കൂ, വൈറ്റ് ഫേസ്ഡ് എന്നല്ല, അവന്റെ മുഖം ചുവന്നായിരിക്കുന്ന, അവന്റെ ഇയർ ലോബ് വെളുപ്പാണ് സമ്മതിച്ചു, പക്ഷേ അവന്റെ മുഖം ചുവന്നായിരിക്കുന്ന കണ്ടോ? റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ എന്ന് അവനെ പറയപ്പെടുന്നുണ്ട്, റെഡ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് എന്ന് പറയപ്പെടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ്, മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതുപോലെ ക്യാരക്ടർ പറയുമ്പോൾ ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് മെഡിറ്ററേനിയൻ ബ്രീഡാണ് ആര് ബ്ലാക്ക് മൈനോർക്ക എന്ന് കരുതി മെഡിറ്ററേനിയനിൽ വെച്ച് ഏറ്റവും വലുതേ ഉള്ളൂ കേട്ടോ. അത്രയും ഭയങ്കര ബ്രീഡെന്ന് വിചാരിക്കും. ലാർജ് വൈറ്റ് ഇയർ ലോബ്സ് ആണ് അതിന്റെ പ്രത്യേകത. കണ്ടോ, ഇയർ ലോബാണ് അങ്ങനെ വെളുത്ത് ചെവിടാരം അടിച്ച് പൊട്ടിച്ചണക്കിരിക്കുന്നത്. കണ്ടോ, ലാർജ് വൈറ്റ് ഇയർ ലോബ്സ്, ലോങ് വാട്ടിൽസ് ആൻഡ് ലാർജ് കോംബ്. വാട്ടിൽസ് നല്ല നീളത്തിലിരിക്കുന്ന, കോമ്പ് നല്ല വലിയ കോമ്പല്ലേ. ലോങ് സ്ട്രോങ് ബോഡി ആൻഡ് ഫേം മസ്കുലർ ലെഗ്സ്. കണ്ടോ, നല്ല ലെങ്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയും മസ്കുലർ ആയിട്ടുള്ള ലെഗ്സും ആണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ബീക്ക്, ഷാങ്ക്, ടോസ് ആർ ബ്ലാക്ക് ഇൻ കളർ, വൈറ്റ് സ്കിൻ. കണ്ട, ബീക്ക് കളർ ബ്ലാക്ക്, ടോസും ഷാങ്കും ബ്ലാക്ക്, പക്ഷേ സ്കിന്നിലോട്ട് വരുമ്പോൾ എന്താണ്? വൈറ്റ് കളറാണ്. മറക്കണ്ട കേട്ടാ. നമുക്ക് മെഡിറ്ററേനിയൻ പഠിച്ചപ്പോഴത്തേക്കും ബ്ലാക്ക് മൈനർക്ക് വൈറ്റ് സ്കിന്നും, അതുപോലെ നമ്മുടെ ഏതാണ് ലഗോണിന്റെ സ്കിൻ കളർ എന്താണ് ഓർമ്മയുണ്ട? മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രീഡ്സ് ആൻഡ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടേ. ഓർത്ത് നോക്ക്. ഓക്കെ, അപ്പൊ നോക്ക്, ഒറിജിൻ ബ്ലാക്ക് മൈനോർക്കയുടെ ഒറിജിൻ ബ്ലാക്ക് ഉള്ളത് വേറെ ഏതാ പഠിച്ചേ? ലെസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് ഉള്ള ആസ്ലോപ്പ് അല്ലേ? ഇവിടെ ഇവിടെ അത്ര ഗ്രീനിഷ് ഒന്നുമില്ല, പക്ഷേ ബ്ലാക്ക് ആണ് കളറ്. അപ്പോ ഒറിജിൻ എവിടെ മക്കളെ? സ്പെയിൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് സിനോണിമിനാണ് റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ എന്നും റെഡ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് എന്നും അറിയപ്പെടുന്നു. ബ്ലാക്ക് മൈനോർക്ക. അപ്പോ ഒറിജിനും അതേപോലെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്പെയിൻ. കാരണം എന്താ? ഈ പേരിൽ നിന്നും ഒരിക്കലും നമുക്ക് ഒറിജിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതുപോലെ ലാർജസ്റ്റ് മെഡിറ്ററേനിയൻ ബ്രീഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം? ബ്ലാക്ക് മൈനോർക്ക. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് കേട്ടോ, ബ്ലാക്ക് മൈനോർക്ക ആയതുകൊണ്ട് തന്നെ കളർ എന്തെന്ന് ഒരിക്കലും ചോദിക്കില്ല. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ലാർജ് വൈറ്റ് ഇയർ ലോബ്സ്, സെയിം രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. ലാർജ് വൈറ്റ് ഇയർ ലോബ്സ് കൊടുക്കണം. അതുപോലെ ലോങ് വാട്ടിൽസ്, ലാർജ് കോംബ്, ലോങ് സ്ട്രോങ് ബോഡി ഫാം, അത് വലിയ കുഴപ്പമുള്ള കാര്യമില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോ. ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ ബ്ലാക്ക് വിത്ത് വൈറ്റ് സ്കിന്ന്. ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ ബ്ലാക്ക്. വേറെ ഒരെണ്ണം പഠിച്ച്, ഏതാണ്? ആസ്ട്രലോപ്പ്. പഠിച്ചത് ഓർമ്മയുണ്ടാടാ? ആസ്ലോപ്പിനല്ലേ ബീക്കും ഷാങ്കും ടോസും ബ്ലാക്ക് എന്ന് പഠിച്ചില്ലേ? ആസ്ലോപ്പിനെ പഠിച്ചില്ലേടാ? പഠിച്ചില്ലേ പിള്ളേരെ? പഠിച്ചോ? ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ ബ്ലാക്ക്, സിംഗിൾ കോംബ്. പഠിച്ചു അല്ലേ? പഠിച്ചോ? ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഏതായി? നമ്മൾ അതൊന്നും നോക്കാം. ഇമ്പോർട്ടൻസ് ഒക്കെ പഠിച്ചല്ലേ? ഇംഗ്ലീഷ് ക്ലാസ് സസെക്സ് ഓർപ്പിണ്ടും കഴിഞ്ഞു. മെഡിറ്ററേനിയൻ ക്ലാസ് പഠിച്ചപ്പോഴത്തേക്കും ബ്ലാക്ക് മൈനോർക്ക ഒറിജിൻ സ്പെയിൻ പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ, റെഡ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്ലാക്ക് മൈനോർക്കയാണ്. അതുപോലെ ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് മെഡിറ്ററേനിയൻ ബ്രീഡ് എന്ന് പറഞ്ഞതാണ് ബ്ലാക്ക് മൈനോർക്കയാണ്. അതുപോലെ ലാർജ് വൈറ്റ് ഇയർ ലോബ്സ് ഏതിനാണ്? ബ്ലാക്ക് മൈനോർക്കയാണ്. അതുപോലെ ലോങ് വാട്ടിൽസ് ആൻഡ് ലാർജ് കോംബ്, ലോങ് സ്ട്രോങ് ബോഡി ആൻഡ് ഫേം മസ്കുലർ ലെഗ്സ് ആണുള്ളത്. അതുപോലെ ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസർ ബ്ലാക്ക് ഇൻ കളർ. ഏതിനെ? ആസ്ലോപ്പിനും അതുപോലെ ബ്ലാക്ക് മൈനോർക്ക. അതുപോലെ കളറ് നിങ്ങൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ബ്ലാക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ പിള്ളേരെ? പവറല്ലേ? ശ്രദ്ധിക്കുക. നിങ്ങൾ, എനിക്കറിയാം നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അതിനെ അങ്ങനെ അനുവദിക്കരുത്. ബ്രെയിൻ എപ്പോഴും കീൻ ആൻഡ് സ്ട്രോങ് ആക്കി, എന്നാലേ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 2 മിനിറ്റ് മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യണം? എണ്ണണം. എങ്ങനെ എണ്ണണം? 5 തൊട്ട് 1 വരെ എണ്ണണം. എങ്ങനെ? 5, 4, 3, 2, 1. ഒന്ന് കണ്ണടച്ചിട്ട് എണ്ണി നോക്കി. 10 തൊട്ട് 10, 9, 8, 7, 6, 5, 4, 3, 2, 1. എന്നിട്ടൊന്ന് ഒന്ന് നോക്കുക, പുറത്തേക്ക് നോക്കുക. വൈഡൻ ഇൻ ദ പെരിഫറൽ വിഷൻ എന്ന് പറയും. ഇങ്ങനെ നമ്മളൊന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാത്ത പലതിനെ ഒന്ന് നോക്കാം. ഇവിടെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ കുറേ
സൗണ്ട് പ്രൂഫിനുള്ള സാധനമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, സൗണ്ട് എക്കോ വരാതിരിക്കാൻ വേണ്ടി ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ക്യാമറയുണ്ട്, ബാക്കിൽ അങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്രീൻ സ്ക്രീനൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നോക്കി എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മൾ വളരെ ഫേമായി, അടിപൊളിയായി ഇല്ലേ? നിങ്ങളങ്ങനെ നോക്കിയപ്പോൾ പെരിഫറൽ വിഷൻ ഒന്ന് വൈഡനാക്കി ഇങ്ങനെ 10 തൊട്ട് 1 വരെ എണ്ണീറ്റ് പെരിഫറൽ വിഷൻ വൈഡാക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? പിന്നെയും നമ്മൾ എന്താവും? ഊർജ്ജമാവും അല്ലേ? നമ്മുടെ ബ്രെയിൻ പവർ ആവും. ഞാനിങ്ങനെ ചാടാൻ തുടങ്ങും, നിങ്ങളിങ്ങനെ പവർ ആവും, നിങ്ങളിങ്ങനെ ചാർജ് അപ്പ് ആവും. ഓക്കെ, അപ്പൊ എന്താ മെഡിറ്ററേനിയൻ ക്ലാസ് എന്താണ്? ബ്ലാക്ക് മൈനോർക്ക. എന്താണ് ബ്ലാക്ക് മൈനോർക്ക? ഒറിജിൻ എവിടെ മക്കളെ? സ്പെയിൻ ആണ്. സിനോണിം റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ ആൻഡ് റെഡ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് എന്നൊക്കെ വിളിക്കുന്നു. ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് മെഡിറ്ററേനിയൻ ബ്രീഡ് എന്ന് വെച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഏതാണ്? ബ്ലാക്ക് മൈനോർക്കയാണ്. അത് ലാർജ് വൈറ്റ് ഇയർ ലോബ്സ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ എന്താണ്? ബ്ലീക്ക് ഷാങ്ക് ടോസ് ആർ ബ്ലാക്ക് ഇൻ കളർ വിത്ത് വൈറ്റ് സ്കിൻ. മറക്കില്ല എൻ്റെ പിള്ളേർ മറക്കില്ല. എൻ്റെ പിള്ളേർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങളുടെ തലയിൽ ഇങ്ങനെ അടിച്ചടിച്ചിരിക്കും. ഇനി നോക്കുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? അടുത്തതാ വൈറ്റ് ലഗോൺ അല്ലേ? ലഗോൺ ഒരു ബ്രീഡ് ആണെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റ് ലഗോണിനെ കുറിച്ച് മാത്രമാണ് അല്ലേ? കണ്ടോ മെഡിറ്ററേനിയൻ ക്ലാസ്സിൽ നമ്മൾ ബ്ലാക്ക് മൈനോർക്കയ്ക്ക് എന്താ ബ്ലാക്ക് ഷാങ്ക് പറഞ്ഞു. പക്ഷെ വൈറ്റ് ലഗോൺ വരുമ്പോൾ എന്താണ്? യെല്ലോ ഷാങ്ക് തന്നെയാണ് അല്ലേ? മോസ്റ്റ് പോപ്പുലർ ലെയർ ബ്രീഡ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, വൈറ്റ് ലഗോൺ. ഏറ്റവും കൂടുതൽ ലെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രീഡ് ഏത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം വൈറ്റ് ലഗോൺ. പ്രീവിയസ് ക്വസ്റ്റ്യനാ. മോസ്റ്റ് പോപ്പുലർ ലെയർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലെയർ ബ്രീഡ് ഏതാ? വൈറ്റ് ലഗോണ. അതിന്റെ മുട്ടയാണ് നമ്മൾ ഈ നാമക്കല്ലിൽ നിന്ന് കൊണ്ടുവരുന്ന ചെറിയ വെള്ളമുട്ട. അപ്പോൾ അത് വൈറ്റ് ലഗോണിന്റെ ക്യാരക്ടർ ആയത് കൊണ്ട് മാത്രം അത് വെളുത്ത നിറമായി പോയത്, അല്ലാതെ നാടനാവത്തല്ല. വൈറ്റ് ലഗോൺ നിങ്ങളെ വീട്ടിൽ മേടിച്ചിട്ട് അങ്ങനെ വളർത്തിയാലും അതിന്റെ മുട്ട വെളുത്ത് തന്നെ ഇരിക്കും കേട്ടോ. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ക്വസ്റ്റ്യനാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കൊരു ബ്രൗൺ ഷെൽഡ് എഗ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു വൈറ്റ് ഷെൽഡ് എഗ്, ഏതിനാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീറ്റീവ് വാല്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞു, നല്ല വിവരമുള്ള ആളാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ടിനും ബോത്ത് സെയിം ആണ്, രണ്ടിനും ഒരു വ്യത്യാസമില്ല. ന്യൂട്രീറ്റീവ് വാല്യൂ ഒന്നും ഒരു വ്യത്യാസമില്ല. അതായത് എൻ്റെ ഉത്തരം. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ ഓർഗാനിക് കാർമാരൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗൺ കളർ എഗ് അല്ലേ, അതല്ലേ കുറച്ചുകൂടെ നല്ലത്, അതല്ലേ നാടൻ, അതിന് കൂടുതൽ വാല്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേനെ അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംമാതിരി എന്തുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടി ആൾക്കാരൊന്നും നടക്കുന്നുണ്ട്. വാട്ടവർ, നല്ല ശാസ്ത്രബോധമുള്ള ആൾ കഴിഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, ബ്രൗൺ ഷെൽഡ് എഗ്ഗിനാണോ വൈറ്റ് ഷെൽഡ് എഗ്ഗിനാണോ ഈ കൂടുതൽ ന്യൂട്രീറ്റീവ് വാല്യൂ എന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരം എന്തായിരുന്നു? രണ്ടിനും സെയിം ആണ് എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് മെഡിറ്ററേനിയൻ ക്ലാസ് വൈറ്റ് ലഗോൺ ആണ്. വൈറ്റ് ലഗോൺ ഒറിജിൻ അവിടെ ഇറ്റലിയാണ്. ഇറ്റലി, പോപ്പിന്റെ മാർപ്പാപ്പയുടെ ഇറ്റലി. കണ്ടോ, അത്രയും ഭംഗിയില്ലേ വൈറ്റ് ലഗൂണിനെ കാണാൻ ഇല്ലേ? നല്ല അഴകളവുകൾ ഒത്തിണങ്ങിയൊരു കോഴിയല്ലേ അല്ലേ? ആണ് അല്ലേ? ഇറ്റലി, മാർപ്പാപ്പയുടെ ഇറ്റലി മറന്നു പോകരുത്. മറ്റെന്താ? സ്പെയിൻ ആണല്ലേ? സ്പെയിനിലാണ് ആര്? ബ്ലാക്ക് മൈനോർക്ക് വന്നത്. വൈറ്റ് ലഗോൺ ആകുമ്പോൾ എവിടെയാണ്? ഇറ്റലിയാണ്. മോസ്റ്റ് പോപ്പുലർ ലെയർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലെയർ ബ്രീഡ് എന്നറിയപ്പെടുന്നു ആര്? വൈറ്റ് ലഗോൺ. മറക്കരുത്. അപ്പൊ ക്യാരക്ടർ പറയുമ്പോൾ സ്മാൾ കോമ്പാക്ട് ബോഡിയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ. എന്താണ്? സ്മാൾ കോമ്പാക്ട് ബോഡി. ലെയർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇറച്ചി വെച്ച് കഴിഞ്ഞാൽ പരിപാടി നടക്കുകയല്ലേ? എന്താണ്? സ്മാൾ കോമ്പാക്ട് ബോഡി. ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ യെല്ലോ സ്കിൻ. കണ്ടോ, ബീക്ക് യെല്ലോ ആണ്, ഷാങ്ക് യെല്ലോ ആണ്, ടോ യെല്ലോ ആണ്, ആൻഡ് യെല്ലോ സ്കിന്നും ഉണ്ട്. പക്ഷേ ബ്ലാക്ക് മൈനോർക്കയ്ക്ക് എന്താ പ്രത്യേകത? പറ. എന്താ? ബീക്ക്, ഷാങ്ക് ആൻഡ് ടോ ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കിൻ ആണല്ലേ? ഇവിടെ എന്താ? ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ യെല്ലോ സ്കിൻ ആണ്. യെല്ലോ സ്കിൻ മറന്നു പോകരുത്. കണ്ട കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ വൈറ്റ് ഇയർ ലോബ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എന്താ? മെഡിറ്ററേനിയൻ ക്ലാസിന്റെ ഒരു കോമൺ ക്യാരക്ടറാണ് എന്ത്? വൈറ്റ് ഇയർ ലോബ് അല്ലേ? ബാക്കിയുള്ള മിക്കവാറും എല്ലാത്തിനും റെഡ് ഇയർ ലോബ് ആണ് ഉള്ളത്. അതുപോലെ കണ്ട വൈറ്റ് ഇയർ ലോബ് പക്ഷേ മറ്റേതിനെ പോലെ അത്രയും വൈറ്റ് അല്ല കണ്ടോ? അപ്പോൾ ഇതിന്റെ കോംബ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയുണ്ട്? റോസ് കോംബ് ഉണ്ട്, സിംഗിൾ കോംബ് ഉണ്ട് അല്ലേ? റോസ് കോംബ് ഉണ്ട്, സിംഗിൾ കോംബ് ഉണ്ട്, നമുക്കറിയാം. അതുപോലെ സിംഗിൾ കോംബ് വെറൈറ്റി ഈസ് കോമൺ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സിംഗിൾ കോംബ് വെറൈറ്റിയാണ്. റോസ് കോംബ് ഉണ്ട്. അതുപോലെ സ്മാളർ ദാൻ മൈനോർക്കയെങ്കിലും ചെറുതാണ്. കാര്യം ഞാൻ പറഞ്ഞു, ബ്ലാക്ക് മൈനോർക്കയാണ് മെഡിറ്ററേനിയനിലെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു.
അതുപോലെ കോക്ക് വെയ്സ് 2.7 kg ആൻഡ് ഹെൻ വെയ്സ് അറൗണ്ട് 2 kg, 2 കിലോ മാത്രമുള്ള ഒരു പെണ്ണാണ് അല്ലേ. സാധാരണ 2 കിലോ താഴെയുള്ള 1.5 കിലോ 200 ഉള്ള പെണ്ണും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈൽഡ് നോക്കുമ്പോൾ അറിയാം 180 മുതൽ 225 മുട്ട ഒരു വർഷം ഇടാനുള്ള ശേഷി ആർക്കുണ്ട്? വൈറ്റ് ലെഗോൺ ഉണ്ട്. ഇപ്പോഴൊക്കെ നമ്മളിവിടെ വരുന്ന പല ക്രോസ് ബ്രീഡിനും അതിനേക്കാൾ കൂടുതൽ മുട്ട ഇടാനുള്ള ശേഷിയുള്ള ബ്രീഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയിൽ 5-6 മുട്ട ഇടുന്നുണ്ട്. കളർ വൈറ്റ് ആണ്, വൈറ്റ് ലെഗോണിന്റെ കളർ വൈറ്റ് ആണ്, ആരും പറഞ്ഞിട്ട കാര്യമില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ്? ഇത് വൈറ്റ് ലെഗോൺ അല്ലേ. മോസ്റ്റ് പോപ്പുലർ ലെയർ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ വൈറ്റ് ലെഗോൺ എന്ന് കണ്ണും പൂട്ടി ചാർത്തി അയക്കണം. അതുപോലെ ഇതിന്റെ ഒറിജിൻ എവിടെ ചോദിക്കാം. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഇറ്റലിയാണ്, ചാർത്തി അയക്കണം. ഇതേ ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. മെഡിറ്ററേനിയൻ ക്ലാസ്സിൽ പെടുന്ന ബ്രീഡാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇത് ചാർത്തി അയക്കണം. മെഡിറ്ററേനിയൻ ഏതാണ്? മെഡിറ്ററേനിയൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് മൈനോർക്കയും വൈറ്റ് ലെഗോണും പഠിച്ചു നമ്മളല്ലേ. ബ്ലാക്ക് മൈനോർക്കയും വൈറ്റ് ലെഗോണും പഠിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മെഡിറ്ററേനിയൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മറന്നു പോകരുത്, മാറിപ്പോകരുത്. ക്യാരക്ടർ പഠിക്കുമ്പോഴത്തേക്കും സ്മാൾ ആൻഡ് കോമ്പാക്ട് ബോഡി ആണ് ആകണം. കാരണം എന്താ? 225 മുട്ട ഒരു വർഷം ഇടാനുള്ളതാ. ചെറുതാവണ്ടേ? ചെറുതായേ പറ്റൂ. ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ ബ്ലാക്ക്, യെല്ലോ സ്കിൻ. കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ മെഡിറ്ററേനിയൻ ക്ലാസ് പഠിച്ചപ്പോഴത്തേക്കും ബ്ലാക്ക് മൈനർക്ക് പഠിച്ചു. അതിന്റെ ബീക്കും ഷാങ്കും ടോസും കറുപ്പും സ്കിന്ന് വെളുപ്പുമായിരുന്നു. ഇവിടെ എന്താ? യെല്ലോ സ്കിന്നാണ്. അതുപോലെ ബീക്കും ഷാങ്കും ടോസും മഞ്ഞ നിറമാണ്. ഇയർലോ വൈറ്റ് തന്നെയാണ്. കാരണം എന്താ? മെഡിറ്ററേനിയൻ ക്ലാസിന്റെ പ്രത്യേകതയാണ് വൈറ്റ് ഇയർലോബ് എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ കോമ്പ് വെറൈറ്റിയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഏറെ എന്തുകൊണ്ട്? റോസ് കോമ്പ് കൊണ്ട്. റോസ് കോമ്പ് വേറെ ആരൊക്കെ ഉള്ളേ? പറ, ആരൊക്കെടാ ഉള്ളേ? വൈറ്റിനും റെഡിനും റോസ് കോമ്പ് ഉള്ളല്ലേ. ഏതാ? RIR-നും റോസ് കോമ്പുണ്ട്, വൈറ്റ് ലഗോണിനുണ്ട് റോസ് കോമ്പുണ്ട്. അതുപോലെ മൈനോർ കേൾക്കാൻ ചെറുതാണ്. കോക്കിന്റെ വെയിറ്റ് ഏകദേശം 2.7 കിലോഗ്രാമും ഹെന്ന് 2 കിലോഗ്രാമും മാത്രം ഭാരം. ഈൽഡ് 180 മുതൽ 225 മുട്ട ഒരു വർഷത്തിലെ കളർ വൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് എഴുതണം. വൈറ്റ് ഇയർ ലോബ് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിംഗിൾ കോമ്പ്, അതിന്റെ കൂടെ എന്തുകൊണ്ട്? റോസ് കോമ്പും ഉണ്ട്. പഠിച്ചു നമ്മൾ അല്ലേ. അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം കേട്ടോ. ഇതും രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. ഇത് കൊടുക്കണം കേട്ടോ. ഇത് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാര്യം എന്താ? മോസ്റ്റ് പോപ്പുലർ ലെയർ ഇൻ ദ വേൾഡ് ആണ്. സ്മാൾ ആൻഡ് കോമ്പാക്ട് ബോഡി എന്ന് വിഷയമുള്ള കാര്യമല്ല. ഇതൊരു മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഈ കാര്യം. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണോ പിള്ളേരെ? ഓക്കെയാണോ? ഇത്രയേ ഉള്ളൂ. വൈറ്റ് ലെഗോൺ. ഇനി ഇതിനകത്ത് വരുന്ന ഒരെണ്ണം കൂടെ നമ്മൾ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ കൂടിയും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. അവൻ്റെ പേര് അങ്കോണ എന്നാണ്. ഏതാണ് അങ്കോണ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. നമ്മൾ പഠിച്ച സമയത്ത് അങ്കോണ ഉണ്ടായിരുന്നു. ഇതും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തലപ്പുരാന്തായിരുന്നു, സത്യം പറയല്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എന്തിനാണ് ഈ പിള്ളേർ തലപ്രാന്ത് എടുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ബ്രീഡ്സിൻ്റെ എണ്ണം ഒന്ന് കുറച്ച് വെച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ നമുക്ക് കുറേ കാര്യങ്ങൾ ഒത്തിരി ബ്രീഡ്സ് പഠിക്കാനുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ മറ്റേ ഫോട്ടോസ് എടുത്ത ടെക്സ്റ്റ് വെച്ചാൽ നമ്മൾ 2007-8 കാലത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അന്ന് ബുക്ക് മേടിക്കാൻ കിട്ടത്തില്ല. ഇതേപോലുള്ള ബുക്കൊന്നുമില്ല. പണ്ടെന്നോ ആരുടെ കൈമറിഞ്ഞ് പറഞ്ഞൊരു ഫോട്ടോസ്റ്റാറ്റിൻ്റെ കോപ്പി ഉണ്ട്. ആ കോപ്പി എല്ലാ വർഷവും പിള്ളേർക്ക് തരും. നമ്മൾ കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുത്തിപ്പിടിക്കും, എന്നിട്ട് പഠിക്കും. എന്നിട്ട് നമ്മളെല്ലാം പാർക്കിനും കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ പിറ്റേ വർഷം വരുന്നവർക്ക് അതേ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പിന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, പഠിക്കും. അങ്ങനെയാണ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. മെഡിറ്ററേനിയൻ എന്തൊക്കെയാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട് തണുപ്പാണ്, AC. അതാണ് ആസ്ട്രലോപ്പും കോർണിഷും. പിന്നെ അമേരിക്ക RMB അല്ലേ. ഏതൊക്കെ? RIR, ന്യൂ ഹാംഷെയർ, പ്ലിമത്ത് റോക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ പിന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് ഓർത്ത് നോക്കാം. കോമ്പ് ടൈപ്പ് നമ്മൾ എല്ലാത്തിനും എഴുതിയിട്ട് എല്ലാത്തിനും എന്ത് ചാർത്തി കൊടുത്തു? ആദ്യം നമ്മൾ എല്ലാത്തിനും സിംഗിൾ കോമ്പ് ചാർത്തി കൊടുത്തു. 2 ഒഴികെ. അതിന് BCക്ക് ഒഴികെ. ഏതൊക്കെയാണ്? BCയും ബ്രഹ്മയും കോർണിഷനും ഒഴികെ. അത് രണ്ടും P കോമ്പ്, ബാക്കിയുള്ള സിംഗിൾ കോമ്പ്. അതിൽ 2 റോസ് കോമ്പ് ആഡ് ചെയ്തു. ഇതിനൊക്കെയാണ് ഒന്ന് RIR-നും പിന്നെ ഒന്ന് ഏതിനാണ് റോസ് കോമ്പ് ആഡ് വന്നത്? ചുവപ്പിനും വെളുപ്പിനും അല്ലേ. വൈറ്റ് ലെഗോണിനും റോസ് കോമ്പ് ആഡ് ചെയ്തു, RIR-നും റോസ് കോമ്പ് ആഡ് ചെയ്തു. അപ്പോൾ അതിന് സിംഗിൾ ഓർ റോസ് കോമ്പ്. ഓക്കെ, അപ്പോൾ ഇനി മറക്കരുത്. അടുത്ത ഏഷ്യാറ്റിക് ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം ബ്രഹ്മ, കൊച്ചിൻ ആൻഡ് ലങ്ഷാനാണ് വരുന്നത്. ബ്രഹ്മയെ കണ്ടാൽ തന്നെ അവൻ ബ്രഹ്മൻ തന്നെ അല്ലേ. നിൽപ്പ് കണ്ടോ? ബടാ കൊള്ളാം അല്ലേ. ബ്രഹ്മ. അപ്പോൾ നോക്കാം. ഒറിജിൻ അവിടെ ബ്രഹ്മപുത്ര വാലി, ഇന്ത്യ, ആൻഡ് എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്ക. അമേരിക്കയിലോട്ടും ഇംഗ്ലണ്ടിലോട്ടും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര വാലിയാണ് എൻ്റെ ജന്മദേശം. അതുപോലെ അതുകൊണ്ട് ബ്രഹ്മ എന്ന് വിളിക്കുന്ന ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും മാസീവ് ഇൻ അപ്പിയറൻസ്. ഇവൻ ഒരു ഗുണ്ടയാണ്. അവൻ പൂമ്പാറ്റ ഗുണ്ടയാണ്. ഇങ്ങനെ വരും,
മാസീവ് ഇൻ അപ്പിയറൻസ്. കണ്ടോ? അപ്പോൾ അതുപോലെ പി കോമ്പാണ്. കണ്ടോ? നേരത്തെ പഠിച്ചു ബി സിക്കല്ലേ പി കോമ്പ്, കോർണിഷനും ബ്രഹ്മയ്ക്കോ പി കോമ്പ് ഉള്ളതല്ലേ പഠിക്കുന്നതല്ലേ? കണ്ടോ? ഇവിടെ കണ്ട അറിയാലോ പി കോമ്പ്, കണ്ടില്ലേ നിങ്ങള്? യെസ്, പി കോമ്പ്. അതുപോലെ റെഡ് ഇയർ ലോബാണ്. വൈറ്റ് ഇയർ ലോബ് രണ്ട് സാധനത്തിനെ പഠിച്ചുള്ളൂ. ബ്ലാക്ക് മൈനോർക്കും പറ. പിന്നെ ആർക്കാണ്? വൈറ്റ് ലഗോണിനും. ഓക്കെ. അതുപോലെ ഫെദർ ഷാങ്ക് ഫെതേർഡ് ആണല്ലേ? കണ്ടോ? ഇവിടെ താഴെ ഏറ്റവും വരെ തൂവലുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ്. മെച്ചുവർ ബേർഡ് വെയ്സ് അറൗണ്ട് 4 to 5 കിലോഗ്രാം. 4 മുതൽ 5 കിലോഗ്രാം ഒക്കെ വെയിറ്റ് ഉണ്ട്. കണ്ട? നമ്മളെ ഗുണ്ടയാണ് അവൻ. അതുപോലെ കളർ നോക്കുമ്പോഴത്തേക്കും 3 വെറൈറ്റീസ് ഉണ്ട്. ലൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ബഫ് കളർ. ഇത് ലൈറ്റ് വെറൈറ്റിയാണ്. ഡാർക്ക് കളർ വെറൈറ്റി ഉണ്ട്, ബഫ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ പഠിച്ചു വയ്ക്കാം നമുക്ക്? ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊന്നുമക്കളെ, ഇതിൻ്റെ ഒറിജിൻ നമുക്കറിയാം, ഇന്ത്യയാണ് നമുക്കറിയാം. ബ്രഹ്മ ആയതുകൊണ്ട് തന്നെ അത് ഏഷ്യാറ്റിക് ക്ലാസ് ആണ് നമുക്കറിയാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രഹ്മ ബിലോങ്സ് ടു ഏഷ്യാറ്റിക് ക്ലാസ് എന്നുള്ളതാണ്. അതിൻ്റെ ഒറിജിൻ ഇന്ത്യയാണ് നമുക്കറിയാം. ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും വമ്പം ആളാണ് നമുക്കറിയാം. പി കോമ്പ് ഇത് നമുക്ക് അറിയാം, പഠിച്ചല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പി കോമ്പ്. നേരത്തെ പഠിച്ചു. ആർക്കാണ്? ബി സിക്കാണ് പി കോമ്പ്. ആരൊക്കെ? ബ്രഹ്മയ്ക്കും കോർണിഷനും. അതുപോലെ റെഡ് ഇയർ ലോബ് നമുക്കറിയാം, വ്യത്യാസമൊന്നുമില്ല. കാരണം വൈറ്റ് ഇയർ ലോബ് 2 എണ്ണത്തിന് പഠിച്ചിട്ടുള്ളൂ. ഫെതേർഡ് ഷാങ്ക് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഫെതേർഡ് ഷാങ്ക് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വെയിറ്റ്, കാരണം ഇത് അത്രയും നല്ല ഹെവി സാധനം ആയതുകൊണ്ട് തന്നെ വെയിറ്റ് അല്ലേ, വെയിറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതി. പി കോമ്പാണെന്നും ഫെതേർഡ് ഷാങ്ക് ആണെന്നും വെയിറ്റ് തിരണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒറിജിൻ നമുക്ക് ആർക്കും മാറിപ്പോകത്തില്ല. കാരണം ബ്രഹ്മ ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യയാണ്. ഓക്കെയാണ്. പവർ അല്ലേ പിള്ളേരെ? അല്ലേ? ആണ്, എനിക്കറിയാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോയതാണ് മക്കളെ. ബ്രഹ്മ കഴിഞ്ഞാൽ കൊച്ചിനല്ലേ? കൊച്ചിൻ ലങ്ഷാനും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ അല്ലേ? കൊച്ചിൻ ലങ്ഷാനൊക്കെ പണ്ടോ പഠിക്കാനുള്ളതാണ്. ഏഷ്യാറ്റിക് ക്ലാസ് വരുന്ന അടുത്ത കൊച്ചിനാണ്. കൊച്ചിൻ കാണാം വളരെ മനോഹരിയായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഈ ഏഷ്യാറ്റിക് ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് പ്രത്യേകത ഫെതേർഡ് ഷാങ്കാണ്. ഏഷ്യാറ്റിക് ക്ലാസ്സുകൾ എല്ലാത്തിനും കാലിൻ്റെ അറ്റം വരെ എന്തുണ്ട്? ഫെതർ ഉണ്ട്. അതാണ് പ്രത്യേകത. അതായത് ക്ലീൻ ഷാങ്ക് അല്ല. അപ്പം നോക്ക്, ഒറിജിൻ അവിടെ ചൈനയാണ്. കൊച്ചിൻ്റെ ഒറിജിൻ നമ്മുടെ കൊച്ചിയല്ല, ചൈനയാണ്. എവിടെയാണ്? ചൈന. ഇത് ചോദിക്കാം കേട്ടോ. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന കൊച്ചിൻ്റെ ഒറിജിൻ ജന്മദേശം എവിടെയും ചോദിക്കാം. ഫെതേർഡ് ഷാങ്ക് ആൻഡ് ടോസ് നമ്മൾ ആരും പഠിപ്പിക്കേണ്ട. ഏഷ്യാറ്റിക് ക്ലാസ്സിന് ഫെതേർഡ് ഷാങ്കാണ് നമുക്ക് അറിയാം. അതുപോലെ മാസീവ് അപ്പിയറൻസ് ഡ്യൂ ടു പ്രൊഫ്യൂസ് ഫെതറിംഗ് ആൻഡ് ഫെതേർഡ് ഷാങ്ക്. കണ്ടോ? ഫെതേർഡ് ഷാങ്കും അതിൽ പ്രൊഫ്യൂസ് ഫെതറിംഗ് ആണ്. കണ്ടോ? ഓർണമെന്റൽ പർപ്പസിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വളർത്തു കോഴി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി വളർത്താൻ പറ്റുന്ന കോഴിയാണ് ആര്? കൊച്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും. കാരണം എന്താ? ഫെതേർഡ് ഷാങ്ക് വരുമ്പോഴത്തേക്കും നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. അതാണ് പ്രൊഫ്യൂസ് ഫെതറിങ്ങും ഫെതേർഡ് ഷാങ്കുകളുടെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. യൂസ്ഡ് ഫോർ മീറ്റ് ആൻഡ് ഓർണമെന്റൽ പർപ്പസ്. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, മീറ്റിന് വേണ്ടിയിട്ടും ഓർണമെന്റൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. 8 കളർ വെറൈറ്റി ഉണ്ട്. ബ്ലാക്ക്, ബഫ് ഒക്കെയാണ് എക്സാമ്പിൾസ്. അപ്പോൾ എന്താ ചോദിക്കുന്നത് ഇവിടെ? ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞു തരും. ഒന്ന്, കൊച്ചിൻ ബിലോങ്സ് ടു വിച്ച് ക്ലാസ്? ഏഷ്യാറ്റിക് ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റാ. എല്ലാത്തിനും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഒറിജിൻ എവിടെ? ചൈനയിൽ. ഫെതേർഡ് ഷാങ്ക് ആൻഡ് ടോസ് ഏതിനൊക്കെ ഉണ്ട്? എല്ലാ ഏഷ്യാറ്റിക് ക്ലാസ് ബേർഡ്സിനും ഉണ്ട്. ഫെതേർഡ് ഷാങ്ക് ആൻഡ് ടോസ് ഉണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് മാസീവ് അപ്പിയറൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു മൂന്നാമത്തെ നാലാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുന്നതൊക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏഷ്യാറ്റിക് ക്ലാസ് വരുന്നത്. ഇനി നമുക്ക് ഏഷ്യാറ്റിക് ക്ലാസ്സിൽ ലങ്ഷാൻ കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ച് മനസ്സിൽ വെച്ചേക്കാം. ലങ്ഷാൻ കേൾക്കുമ്പോൾ അതും ഒറിജിൻ ചൈന. ലങ്ഷാൻ ചൈന. യെസ്, കിട്ടിയല്ലോ. ഓക്കെ, ഒറിജിൻ ചൈനയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചിക്കൻ ബ്രീഡ്സ്. നമ്മുടെ ഇനിയുള്ള ക്രോസ് ബ്രീഡ്, ഗിരിരാജ, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ പഠിക്കാനുള്ള എക്സോട്ടിക് ചിക്കൻ ബ്രീഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എക്സോട്ടിക് മാത്രമല്ല, ചിക്കൻ ബ്രീഡ്സ് ഫസ്റ്റ് വരുന്ന ഇതാണ്. പിന്നെ നമുക്ക് ഗിരിരാജ, അതുല്യ, പിന്നെ അങ്ങനെയുള്ള ക്രോസുകളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടിപൊളിയാണ് മക്കളെ, ഇഷ്ടം മാതിരി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിട്ട് എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്തിട്ടേ പോകാവൂ. ഉത്തരങ്ങൾ വിളിച്ച് പറയണം കേട്ടോ. വിളിച്ച് പറയില്ലേ നിങ്ങൾ? പറയും. അപ്പോൾ ഏഷ്യാറ്റിക് ക്ലാസ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം വൺ ഇംഗ്ലീഷ് ക്ലാസ് ബ്രീഡ് ഓഫ് ചിക്കൻ. താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് ക്ലാസ് ബ്രീഡ് ഓഫ് ചിക്കൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് നമുക്കറിയാം AC ആണെന്ന് അറിയാം. അപ്പോൾ ഏതാണ് മക്കളെ? സി. കിട്ടിയല്ലേ? കിട്ടിയില്ലേ? ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്താണ് നമ്മുടെ കോഡിൻ്റെ പവർ അല്ലേ? അപ്പോൾ നോക്കാം. മെഡിറ്ററേനിയൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്കറിയാം. ഏത് നോക്കാം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാ? യെസ്. മൈനോർക്ക ഉണ്ടല്ലേ? ബ്ലാക്ക് മൈനോർക്ക ഉണ്ട്. സി ആണ് ഉത്തരം. വളരെ സിമ്പിളായിട്ട് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അതുപോലെ RIR എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്?
RNB അല്ലേ, RNB ഏതിലാ വരുന്നത്? അതാണ് അമേരിക്കൻ ക്ലാസ്സിലാണ് വരുന്നത് അല്ലേ? യെസ്. അപ്പോൾ നോക്കാം, RIR ഈസ് ഒറിജിനേറ്റഡ് എവിടെയാണ്? അമേരിക്ക. എവിടെയാണ്? അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോങ് റെക്ടാങ്കുലർ ബോഡി, മെയിൻ ടെയിൽ ഫെദേഴ്സ് ആർ സിക്കിൾ ഫെദേഴ്സ് ബ്ലാക്ക് വിത്ത് ഡാർക്ക് റെഡ് പ്ലൂമേജ്. ഒറ്റ ഉത്തരം കിട്ടി. ഏതാണ്? RIR. സി ആണ് ഉത്തരം. അതുപോലെ കളർ ഓഫ് RIR നമുക്കറിയാം, ഡാർക്ക് റെഡ് ആണ് കളർ ഓഫ് RIR. ഒരു പ്രശ്നവുമില്ല, നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോഡ് ഐലൻഡ് റെഡ് കംസ് അണ്ടർ ഡാഷ് ക്ലാസ് ഓഫ് ചിക്കൻ. നമുക്കറിയാം RNB എന്ന് പറഞ്ഞാൽ ഏതാണ്? അമേരിക്കയാണല്ലേ, അമേരിക്കൻ ക്ലാസ് ആണ്. അതുപോലെ നെയിം ദ ബ്രോയിലർ ബീഡ് ഓഫ് അമേരിക്കൻ ക്ലാസ്. അമേരിക്കൻ ക്ലാസ്സിലുള്ള ബ്രോയിലർ ബീഡ് ഏതാണ്? NP. ഏതാണ്? ന്യൂ ഹാംഷെയർ അല്ല, പ്ലിമത്ത് റോക്ക് ആണ്. ഏതാണ്? പ്ലിമത്ത് റോക്ക് ആണ്. ബി ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഉത്തരം വിളിച്ചു പറഞ്ഞ നിങ്ങൾ. സ്റ്റേറ്റ് ബീഡ് ഓഫ് റോഡ് ഐലൻഡ് അമേരിക്ക. ഏതാണ്? RIR ആണ് അല്ലേ, RIR ആണ്. അതുപോലെ നെയിം ദ ബ്രീഡ് ഓഫ് ചിക്കൻ ഡെവലപ്ഡ് ഫ്രം RIR അല്ലേ, റോഡ് ഐലൻഡ് റെഡ് വന്ന ചിക്കൻ ഏതാണ്? പറ. ന്യൂ ഹാംഷെയർ ആണ്. ഏതാണ്? ന്യൂ ഹാംഷെയർ ആണ്. അതുപോലെ കളർ ഓഫ് ന്യൂ ഹാംഷെയർ ബ്രീഡ് ഏതാണ്? ചെസ്റ്റ്നട്ട് റെഡ് ആണ്. അതാണ് ചെസ്റ്റ്നട്ട് റെഡ്, നമുക്കറിയാം. അതുപോലെ ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ ബ്ലാക്ക് വിത്ത് റെഡ് ഇയർലോ ബാൻഡ്, ലെസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് പ്ലുമേജ്. എന്താണ്? റെഡ് ഇയർലോബും ഈ പറഞ്ഞ ക്യാരക്ടർ എല്ലാം ഉണ്ടെങ്കിൽ ഏതാണ് മക്കളെ? ആസ്റ്റലോർപ്പ് ആണ് അല്ലേ, ആസ്റ്റലോപ്പ്. ലെസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് പറഞ്ഞാൽ ആസ്റ്റലോപ്പ് ആണ്, നമുക്കറിയാം. അടുത്ത ദിവസം നോക്കാം. ന്യൂ ഹാംഷെയർ ബ്രീഡ് ഓഫ് ചിക്കൻ ബിലോങ്സ് ടു വിച്ച് ക്ലാസ്? ന്യൂ ഹാംഷെയർ RNB. ഏതാണ്? അമേരിക്കക്കാരനാണല്ലേ, RNB അമേരിക്കക്കാരാണ്. അതുപോലെ എഗ് ഈൽഡ് ഓഫ് RIRന്റെ എഗ് ഈൽഡ് എത്ര? 150 പെർ ഇയർ ആണല്ലേ. ഓക്കെ. ബോഡി വെയിറ്റ് ഓഫ് RIR ഹെൻ എത്ര? 3 കിലോഗ്രാം ആണല്ലേ, 3 കിലോഗ്രാം. അതുപോലെ ആണുങ്ങളാണെങ്കിലോ ആണുങ്ങളാണെങ്കിൽ 3.8 കിലോഗ്രാം ആണ് RIRന്റെ കോക്കിന്റെ വെയിറ്റ്. ഡാഷ് ഈസ് ആൾസോ നോൺ ആസ് റെഡ് ഫ്ലേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ്. ഏതാണ്? ബ്ലാക്ക് മൈനോർക്ക. ഓക്കെ. അതുപോലെ റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ എന്നറിയപ്പെടുന്നതാണ് ബ്ലാക്ക് മൈനോർക്കയാണ്. കോർണിഷ് ഡു പ്രൊസസ് ഡാഷ് ടൈപ്പ് ഓഫ് കോൺ. കോർണിഷിന് ഏതാണ്? കോർണിഷ് BCക്ക് പി കോമ്പാണ് അല്ലേ. ഏതാണ്? ബ്രഹ്മയ്ക്കും കോർണിഷിനും പി കോമ്പാണ്. അതുപോലെ ചെസ്റ്റ്നട്ട് റെഡ് ഈസ് ദ പെക്യുലിയർ കളർ ഓഫ് വിച്ച് ബ്രീഡ് ഓഫ് ചിക്കൻ? ഏതാണ്? ന്യൂ ഹാംഷെയറിന്റെ കളറാണ് ചെസ്റ്റ്നട്ട് റെഡ്. അതുപോലെ ഒറിജിൻ ഓഫ് ന്യൂ ഹാംഷെയർ നമുക്കറിയാം. ഏതാണ്? ഈ അമേരിക്കയാണല്ലേ, അമേരിക്ക. അതുപോലെ പ്ലിമത്ത് റോക്കിന്റെ ഒറിജിൻ എവിടെയാണ്? പ്ലിമത്ത് റോക്കിന്റെ ഒറിജിൻ എവിടെയാണ് മക്കളെ? എന്താണ്? അമേരിക്ക ആണല്ലേ, അമേരിക്കയിലെ മസച്യൂസെറ്റ്സ് ആണല്ലേ, മസച്യൂസെറ്റ്സ് ആണ്. ഓക്കെ. അതുപോലെ ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് മെഡിറ്ററേനിയൻ ബ്രീഡ് എന്ന് വെച്ചാൽ ഏതാണ്? ബ്ലാക്ക് മൈനോർക്കയാണ് ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് മെഡിറ്ററേനിയൻ ബ്രീഡ്. ഒറിജിൻ ഓഫ് ആസ്ലോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? പേര് തന്നെ ഏതാണ്? ഓസ്ട്രേലിയ സി. അതുപോലെ വൈറ്റ് ലോഗൺ ബിലോങ്സ് ടു വിച്ച് ക്ലാസ്? വൈറ്റ് ലോഗൺ ഏതാണ്? മെഡിറ്ററേനിയൻ ക്ലാസ് ആണ്. ഏതാണ്? മെഡിറ്ററേനിയൻ ക്ലാസ് ആണ്. അതുപോലെ ഡാഷ് ഈസ് ആൾസോ നോൺ ആസ് റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ. റെഡ് ഫേസ്ഡ് ബ്ലാക്ക് ചിക്കൻ എന്നറിയപ്പെടുന്നതാണ് ബ്ലാക്ക് മൈനോർക്കയാണ്. അതുപോലെ ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് കളർ ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് വിച്ച് ബ്രീഡ് എന്ന് വെച്ചാൽ ആസ്ലോപ്പിന്റെ കളറാണല്ലേ. പിന്നെ ഏതാ കളർ പഠിച്ചത്? ബ്ലാക്ക് മൈനോർക്കയാണ്. ലെസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആസ്ട്രോപ്പാണ്. അടുത്ത ഒറിജിൻ ഓഫ് കോർണിഷ് ഇംഗ്ലീഷ് ബ്രീഡാണ്, ഇംഗ്ലണ്ട് ആണ് അല്ലേ. അതുപോലെ ഡാഷ് ഈസ് ആൾസോ കാൾഡ് ഇന്ത്യൻ ഗെയിം. ഇന്ത്യൻ ഗെയിം അറിയപ്പെടുന്ന ആരാണ്? കോർണിഷ് ആണല്ലേ, കോർണിഷ് നമുക്കറിയാം. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റ് ലഗോൺ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം. എവിടെയാണ് വൈറ്റ് ലഗോൺ വന്നിരിക്കുന്നത്? വൈറ്റ് ലഗോൺ ഓർക്കോ മക്കളെ, മാർപ്പാപ്പയുടെ ഇറ്റലി അല്ലേ, ഇറ്റലിയാണ്, ഇറ്റലി നമുക്കറിയാം. അതുപോലെ ഡാഷ് ക്ലാസ് ഓഫ് ചിക്കൻ ഹാസ് വൈറ്റ് ഇയർലോബ്. ഏത്? മെഡിറ്ററേനിയൻ ക്ലാസ്സിനാണ് വൈറ്റ് ഇയർലോബ് എന്നുള്ള പ്രത്യേകത ഉള്ളത് അല്ലേ. അതുപോലെ എഗ് ഈൽഡ് ഓഫ് വൈറ്റ് ലഗോൺ നമുക്കറിയാം 180 മുതൽ 225 പെർ ഇയർ ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഓഫ് വൈറ്റ് ലഗോൺ ഫീമെയിൽ എത്ര? 2 കിലോഗ്രാം ആണ് അല്ലേ, 2 കിലോഗ്രാം. ബ്ലാക്ക് മൈനോർക്ക ബിലോങ്സ് ടു വിച്ച് ക്ലാസ്? ബ്ലാക്ക് മൈനോർക്ക ബ്ലാക്കും വൈറ്റ് എവിടെ? മെഡിറ്ററേനിയൻകാരാണ്. ഒറിജിൻ ഓഫ് ബ്ലാക്ക് മൈനോർക്ക എവിടെയാണ്? സ്പാനിഷ് എന്നറിയപ്പെടുന്നു അല്ലേ. ബ്ലാക്ക് റെഡ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് എന്നറിയപ്പെടുന്ന സ്പെയിൻ അല്ലേ, സ്പെയിനാണ്. അതുപോലെ പ്ലൂമേജ് കളർ ഓഫ് ബ്ലാക്ക് മൈനോർക്ക നമുക്കറിയാം ബ്ലാക്ക് തന്നെയാണ്, ആരും പഠിപ്പിക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് ബോഡി വെയിറ്റ് ഓഫ് ബ്രഹ്മയുടെ ആവറേജ് ബോഡി വെയിറ്റ് എത്രയാണ്? 4 to 5 കിലോഗ്രാം ആണ്. അതുപോലെ ബ്രഹ്മ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം എവിടെയാണ്? ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ബ്രഹ്മ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കളർ വെറൈറ്റീസ് ആർ ദെയർ ഇൻ ബ്രഹ്മ ബ്രീഡ് ഓഫ് ചിക്കൻ? എങ്ങനെ 3 കളർ വെറൈറ്റീസ് ഉള്ളല്ലേ, 3 കളർ വെറൈറ്റീസ്. അതുപോലെ ഹൗ മെനി കളർ വെറൈറ്റീസ് കൊച്ചിൻ എത്ര കളർ വെറൈറ്റീസ് ഉണ്ട്? 8 കളർ വെറൈറ്റി ഉണ്ടല്ലേ, 8 കളർ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ കൊച്ചിൻ ബ്രീഡ് ഓഫ് ചിക്കൻ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം എവിടെ നിന്നാണ്? USA അല്ല, ചൈനയിൽ നിന്നാണ് കൊച്ചിൻ വന്നിരിക്കുന്നത്. ലങ്ഷാനും ചൈനയിൽ നിന്നാണ്.
ഫെതേർഡ് ഷാങ്ക് ആൻഡ് ടോസ് ഇസ് ദ പെക്യുലർ വിച്ച് ബ്രീഡ് ഓഫ് ചിക്കൻ? ബ്രഹ്മയുണ്ട്, ബ്ലാക്ക് മാനുണ്ട്, കൊച്ചിനുണ്ട് അല്ലേ? ഏതിനാണ്? കൊച്ചിനാണ് അല്ലേ? കൊച്ചിനാണ്. ബ്രഹ്മയ്ക്ക് ഫെതേർഡ് ഷാങ്ക് ആണ്, ടോസിന്റെ എൻഡ് വരെയൊന്നും അതിന് ഫെതേഴ്സ് ഇല്ല കേട്ടോ ബ്രഹ്മയ്ക്ക്. കൊച്ചിനാകുമ്പോഴത്തേക്ക് എന്താണ്? ആ ടോസിന്റെ എൻഡ് വരെ ഫെതേഴ്സ് ഉണ്ട്. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ ഓർണമെന്റൽ ബ്രീഡ് ഓഫ് ചിക്കൻ ഫ്രം ദ എബവ്. ബ്രഹ്മ, ബ്ലാക്ക് മൈനോർക്ക, കൊച്ചിൻ, ഖാഗസ്. ഏതാണ് കൂടുതൽ നമ്മൾ ഓർണമെന്റൽ പർപ്പസ് എടുത്ത് പറയുന്നത്? കൊച്ചിന് തന്നെയാണ്. ബ്രഹ്മയും ഉപയോഗിക്കാറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ബ്രഹ്മയല്ല, കൊച്ചിൻ തന്നെയാണ് അതിന്റെ കൃത്യമായ ഉത്തരം. അതുപോലെ ഡാഷ് ബ്രീഡ് ഇസ് നോൺ ആസ് ദ മോസ്റ്റ് പോപ്പുലർ ലെയർ ഇൻ ദ വേൾഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റ് ലഗൂൺ ആണ്. നെക്സ്റ്റ് പ്ലൂമേജ് കളർ ഓഫ് ആസ്ലോപ്പ് നമുക്കറിയാം ലെസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് ആണ്. നെക്സ്റ്റ് പ്ലിമത്ത് റോക്ക് കംസ് അണ്ടർ വിച്ച് ക്ലാസ്? പ്ലിമത്ത് റോക്ക് RNP എന്ന് പറയുമ്പോൾ എന്താണ്? RNP അമേരിക്കൻ ആണ്, അമേരിക്കൻ. അതുപോലെ ആസ്ലോപ്പ് കംസ് അണ്ടർ വിച്ച് ക്ലാസ്? AC ഏതാണ്? ഇംഗ്ലണ്ടിലാണ് വരുന്നത് അല്ലേ, ഇംഗ്ലീഷ് ക്ലാസ്. അതുപോലെ കോർണിഷ് കംസ് അണ്ടർ വിച്ച് ക്ലാസ് എന്ന് വെച്ചാൽ C എവിടെയാണ്? ഇംഗ്ലീഷ് ക്ലാസ് ആണ്, നമുക്കറിയാം. അതുപോലെ വൈറ്റ് ലഗൂൺ ഏതാണ്? നമുക്ക് ചുമ്മാ അറിയാം, മെഡിറ്ററേനിയൻ അല്ലേ, വൈറ്റും ബ്ലാക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഡിറ്ററേനിയൻ, C. അതുപോലെ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഓഫ് വൈറ്റ് ലഗൂൺ മെയിലിന്റെ സ്റ്റാൻഡേർഡ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 2.7 ആണ്. ബീക്ക്, ഷാങ്ക് ആൻഡ് ടോസ് ആർ ബ്ലാക്ക് വിത്ത് വൈറ്റ് ഇയർ ലോബ് ആൻഡ് ബ്ലാക്ക് പ്ലുമേജ് കളർ. ഐഡന്റിഫൈ ദ ബ്രീഡ്. വൈറ്റ് ഇയർ ലോബ് വന്നുകൊണ്ട് ആരായിരിക്കും? ബ്ലാക്ക് മൈനോക്കൻ. ആസ്ലോപ്പ് അല്ല, ആസ്ലോപ്പിന് എന്താണ്? റെഡ് ഇയർ ലോബ് ആണ്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് നോക്കാം. 3 കളർ വെറൈറ്റീസ് ഉള്ള ഏതിനാണ് മക്കളെ? ബ്രഹ്മയ്ക്കാണ്. 1, 2 ഉള്ള ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. 1, 2 ഉള്ള 2 ഉണ്ട്. എയിലും 1, 2 ആണ്, സിയിലും 1, 2 ആണ്. D പറയുന്നു കനോട്ട് ബി മാച്ച്ഡ് പ്രോപ്പർലി എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കണ്ടേ, ഫുള്ള് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ 1, 2 ഉള്ള 2 കിട്ടി. 8 കളർ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ കൊച്ചിനാണ്. 2, 4 ഉള്ളതെന്ന് കിട്ടി അല്ലേ? 2, 4 ഉള്ള ഏതുണ്ട്? A ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരിക്കലും വരില്ല, എന്തായാലും ഇതൊരിക്കലും വരില്ല, കാരണം 2 1ലേക്കാണ് പോയിരിക്കുന്നത്. 2 നോക്കാം, 8 കളർ ആസ്ലോപ്പ് ഒരിക്കലും അല്ല. ഇനി ഇതാണോ നോക്കാം. ഇത് ശരിയാണെന്ന് മാത്രം നോക്കിയാൽ. 3, 1 നോക്കാം. ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക്, യെസ് ആസ്ലോപ്പ് തന്നെയാണ്. 3, 1 ശരിയാണ്. 4, 3 നോക്കാം. ചെസ്റ്റ്നട്ട് റെഡ്, ന്യൂ ഹാംഷെയർ, യെസ് കറക്റ്റ് ആണ്. അപ്പോൾ A ആണ് അതിൻ്റെ ഉത്തരം. ഏതാണ്? A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. നമുക്കിവിടെ എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. നോക്കാം. RIR ഹാസ് ലോങ് റെക്ടാങ്കുലർ ബോഡി ആൻഡ് ഈസ് കൺസിഡർഡ് ആസ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. RIRന് ലോങ് റെക്ടാങ്കുലർ ബോഡിയാണ് ഉള്ളത്. ഡ്യുവൽ പർപ്പസ് ആണോ? ആണ്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്, മുട്ടയും കിട്ടും അല്ലേ? ശരിയായ പ്രസ്താവനയാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ത് പറയാൻ പാടില്ല? ഈ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് ഒന്നിലും പറയാൻ പാടില്ല. അങ്ങനെ തെറ്റാണെന്ന് ഏതെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവയെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ആൾ ആർ റോങ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആൾ ആർ റോങ് എന്ന് പറയുമ്പോൾ ഒന്നും തെറ്റാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ D ഒരിക്കലും വരില്ല. ഇനി വേറെ ഒന്നുമില്ല, ആൾ ആർ റൈറ്റ് മാത്രമേ ഉള്ളൂ. ന്യൂ ഹാംഷെയർ ഹാസ് an oval shaped body and are evolved from Plymouth Rock. ന്യൂ ഹാംഷെയർ RIRൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന തന്നെയാണ്. താഴെ തന്നിരിക്കുന്നവർ തെറ്റായവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ തരുന്ന ഓപ്ഷൻസിൽ നമുക്ക് ശരിയാകാൻ സാധ്യതയുള്ള എല്ലാ ഓപ്ഷൻസിലും ഈ തെറ്റായ പ്രസ്താവന തെറ്റെന്ന് തന്നെ പറഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ഇതിൽ പറഞ്ഞ 2, 3 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു, 2, 3, 4 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ആൾ ആർ റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു തെറ്റ് കിട്ടിയില്ലേ? അപ്പോൾ ഈ ആൾ ആർ റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരിക്കലും വരില്ല. ഇനി A ആണോ B ആണോ എന്ന് മാത്രമാണ് നമുക്ക് സംശയം. അടുത്ത് നോക്കാം. പ്ലിമത്ത് റോക്ക് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ബ്രോയിലർ പ്രൊഡക്ഷൻ ആസ് ഇറ്റ് ഹാസ് ഗുഡ് ലേയിങ് എബിലിറ്റി. തെറ്റ്. അത് മങ്ങുന്ന തെറ്റാണ്. കാര്യം എന്താ? ഗുഡ് ഫ്ലഷിങ് എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ബ്രോയിലറിന്റെ ക്രോസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ തെറ്റല്ലേ? അപ്പോൾ ഇതിൽ 2ലും 3 തെറ്റെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. ആസ്ലോപ്പ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഓസ്ട്രേലിയ ആൻഡ് ഹാസ് ബ്ലാക്ക് ഷാങ്ക് ടോസ് ആൻഡ് ബീക്ക്. ശരിയാണ്. ആസ്ലോപ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്. അതുപോലെ എൻ്റെ ഷാങ്കും ടോസും ബീക്കും ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് തെറ്റെന്ന് ഏതെങ്കിലും പ്രസ്താവന പറഞ്ഞാൽ നമുക്കതിനെ വെട്ടിക്കളയാം. ബിയിൽ പറഞ്ഞിരിക്കുന്നു 2, 3, 4 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരിക്കലും വരില്ല. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? A ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. Cornish comes under English class and unlike other English birds, Cornish has rose comb, white skin, red earlobe and heavily meated body. അപ്പോൾ കോർണിഷ് നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും വൃത്തിയായി മനസ്സിലാക്കാം മക്കളെ. അത് ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് നമുക്കറിയാം അല്ലേ? അത്രയൊക്കെ നമുക്ക് ശരിയുണ്ട്. പക്ഷേ ഇത്രയും ഡാറ്റ വന്നപ്പോൾ നമുക്ക് സംശയം വന്നു വെച്ചോ. അതുകൊണ്ട് നമുക്ക് ആ പ്രസ്ഥാനം അവിടെ നിൽക്കട്ടെ.
അത് പോട്ടെ എന്നല്ല, അവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നെ നോക്കാം. ഇതാണ് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കിന്റെ ഗുണം. ഒരു പ്രസ്താവന സംശയം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നോക്കാം. നോക്കിയില്ലെങ്കിൽ പറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കാം. അടുത്തത് നോക്കാം. വൈറ്റ് ലഗോൺ ഈസ് ഒറിജിനൽ ഇൻ ഇറ്റലി ആൻഡ് ഈസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് പോപ്പുലർ ലെയർ ബീഡ് ഇൻ ദ വേൾഡ്. കൃത്യമായിട്ട് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന നമുക്ക് കിട്ടി അല്ലേ? ശരിയാണത്, അത് നമുക്കറിയാം ശരിയാണെന്നുള്ള കാര്യം. കാര്യം എന്താ? അത് ഇറ്റലിയിൽ നിന്നാണെന്ന് നമുക്കറിയാം. അതേപോലെ അത് മോസ്റ്റ് പോപ്പുലർ ലെയർ ബീഡ് ആണെന്ന് നമുക്കറിയാം, അല്ലേടാ? അറിയാലോ. അപ്പം ഇത് ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതൊക്കെ പ്രസ്താവന നമുക്ക് എടുക്കാം? ഇത് ശരിയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഈ രണ്ട് ശരിയാണെന്ന് പറയുന്ന പ്രസ്താവനകൾ മാത്രമേ ഉത്തരമായിട്ട് വരത്തുള്ളൂ. അതിൻ്റെ അർത്ഥം രണ്ട് ശരിയാണെന്ന് പറയാത്ത ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം വെട്ടിക്കളയാം. അപ്പോൾ ഇതിൽ 1, 2, 3 ശരിയെന്ന് എ പറഞ്ഞിരിക്കുന്നു. ബി പറയുന്നു 1ഉം 4ഉം മാത്രമാണ് ശരിയെന്ന്. അപ്പോൾ അതിൽ 2 ശരിയാണെന്ന് പറയുന്നേയില്ല. 1 ശരിയോ തെറ്റോ നമുക്കറിയില്ല. എന്നാൽ 2 ശരിയാണെന്ന് മനസ്സിലായത് കൊണ്ട് നമുക്കറിയാം ബിയിൽ 2 ശരിയാണെന്ന് പ്രതിപാദിക്കുന്നേയില്ല. അപ്പോൾ അതൊരിക്കലും വരില്ല. ഇനി ബാക്കി സിയിൽ 2 ശരിയാണെന്ന് എഴുതിയിട്ടുണ്ട്, 2, 3 ശരിയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഡിയിൽ 1, 2 മാത്രമാണ് ശരിയെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നോക്കാം. ബ്ലാക്ക് മൈനോർക്ക ഈസ് ഒറിജിനേറ്റഡ് ഇൻ സ്പെയിൻ ആൻഡ് ഈസ് കാൾഡ് വൈറ്റ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് ബിക്കോസ് ഓഫ് ലാർജ് വൈറ്റ് ഇയർ ലോബ്സ് പ്രസന്റ്. ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്ക് മൈനോർക്കയ്ക്ക് ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് നമുക്കറിയാം, ഒരു വൈറ്റ് ഇയർ ലോബ് ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലെത്തും. അപ്പോൾ വൈറ്റ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് ശരിയാണല്ലോ, തെറ്റിപ്പോയി. വൈറ്റ് സ്പാനിഷ് റെഡ് ഫേസ്ഡ് ബ്ലാക്ക് സ്പാനിഷ് എന്നാണ് പറയുന്നത് അല്ലേ? തെറ്റാണ് നമുക്ക് മനസ്സിലായപ്പോഴത്തേക്കും ഈ 3 ശരിയെന്ന് പറയുന്ന എല്ലാത്തിൻ്റെ മണ്ടയ്ക്ക് അടിക്കണം അല്ലേ? എയിൽ പറയുന്നു ഇത് തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ട് എയിൽ പറയുന്നു 1ഉം 2ഉം 3ഉം ശരിയെന്ന് പറയുന്നു. അപ്പോൾ അത് ഒരിക്കലും വരില്ല, കാരണം 3 തെറ്റല്ലേ. ഇതിൽ സിയിൽ പറയുന്നു 2ഉം 3ഉം മാത്രം ശരിയെന്ന് പറയുന്നു, അതൊരിക്കലും വരില്ല, കാരണം 3 തെറ്റല്ലേ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ 4 തെറ്റാൻ വേണ്ടി 4 തെറ്റാൻ നോക്കാം. കൊച്ചിൻ ഒറിജിനൽ ഫ്രം ഇന്ത്യ ആൻഡ് ഹാസ് 8 കളർ വെറൈറ്റീസ്. ശരിയാണ്, കൊച്ചിൻ ഇന്ത്യ അല്ല, കൊച്ചിൻ ചൈനക്കാരനാണല്ലേ കൊച്ചിൻ. അതുപോലെ 8 കളർ വെറൈറ്റി അതെല്ലാം ശരിയാണ്. അപ്പോൾ അതും തെറ്റാണ്. 2 മാത്രമാണ് ശരി ഉത്തരം ഡി ആണ്. അപ്പോൾ മനസ്സിലായി എങ്ങനെ എലിമിനേറ്റ് ചെയ്യണമെന്ന്? ഓഡ് 1 ഔട്ട്. RIR മിനോർക്ക, പ്ലിമത്ത് റോക്ക്, ന്യൂ ഹാംഷെയർ. RNP ഉണ്ടോ നോക്കാം. യെസ്, RNP ഉണ്ട്. മിനോർക്കയാണ് അതിൽ ഓഡ് 1 അല്ലേ? നമുക്കറിയാം മിനോർക്ക എന്താണ്. ബ്ലാക്ക് മൈനോർക്ക ആരാണ്? ക്ലാസ് മാറിപ്പോയി അല്ലേ? അതുപോലെ ആസ്ലോഫ്, കോർണിഷ്, പ്ലിമത്ത് റോക്ക്, RIR. അപ്പം നമുക്ക് നോക്കാം. ഇതിനകത്ത് പലതരത്തിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിന് മുന്നേ ഇതുപോലെ ഓർഡറിനോട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതിൽ സ്കാപ്പുല അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. അതായത് ഓർഡർ ഔട്ടായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് തന്നു. അതിനകത്ത് അതായത് റേഡിയസും അൾണയും ഹ്യൂമറസ്, റേഡിയസ്, സ്കാപ്പുല, പിന്നെ ഒരെണ്ണം കൊണ്ടായിരുന്നു കാലിലുള്ളവരല്ലേ ടിബിയ, അങ്ങനെയാണ് പറഞ്ഞു തന്നത്. അപ്പം ഇതിനകത്ത് ഓർഡർ ഔട്ട് എടുക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. അന്ന് സംഭവിച്ച കാര്യമാണേ. ഓർഡർ എടുക്കുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ കാലിലുള്ള ഇത് 2 സ്കാപ്പുലയും അതുപോലെ നമ്മുടെ റേഡിയസും അൾണയും കയ്യിലുള്ളതാണ്. ഇത് കാലിലുള്ള എല്ലാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു ആൾക്കാർ. അതേസമയം നമുക്ക് സ്കാപ്പുല ഈസ് എ ഫ്ലാറ്റ് ബോൺ, ബാക്കിയുള്ള എല്ലാം ലോങ് ബോൺ ആണ്. അപ്പോൾ ലോങ് ബോൺ ഫ്ലാറ്റ് ബോൺ ആയതുകൊണ്ട് സ്കാപ്പുല സെലക്ട് ചെയ്തു കുറേ പേര്. അപ്പം ഇതിൻ്റെ PSCയുടെ ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു? ടിബിയ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഇത് പഠിക്കുന്നതിന് മുന്നേ ബേസിക്കലി ആദ്യം പഠിക്കുന്നത് എന്താണ് ക്ലാസിഫിക്കേഷൻ ആണല്ലേ? ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളല്ല പിള്ളേർ റിപ്പോർട്ട് ചെയ്തു, അവസാനം ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ പോയെന്നായി തോന്നുന്നത്. അപ്പോൾ അങ്ങനെ 2 രീതിയിലാണെങ്കിൽ ഓർഡർ ഔട്ട് എടുക്കാം. ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ആസ്ലോപ്പ്, കോർണിഷും RIRഉം എന്താണ് നമുക്കൊരു ഡ്യുവൽ പർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതേസമയം പ്ലിമത്ത് റോക്ക് എന്താണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു മീറ്റ് പർപ്പസ് ആണ്. കോർണിഷിന് ഒരു മീറ്റ് ക്വാളിറ്റി ഉണ്ട്, ഓക്കെ, സമ്മതിച്ചു, അങ്ങനെ പറയാം. അങ്ങനെ വേണമെങ്കിൽ ചിലർ ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ അതിനേക്കാളും കൃത്യമായിട്ട് നമുക്ക് ഓർഡർ ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കോമ്പ് ടൈപ്പ് നോക്കാം അല്ലേ? ബാക്കിയുള്ള എല്ലാം സിംഗിൾ കോമ്പാണ്. കോർണിഷ് എന്താണ്? പി കോമ്പാണ് അല്ലേ? പി കോമ്പ്. അതാണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ അടുത്ത് നോക്കാം. മാച്ച് ദ ഫോളോയിങ്. പ്ലിമത്ത് റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പെടുത്താം? മെഡിറ്ററേനിയൻ ക്ലാസ് അല്ല. പ്ലിമത്ത് റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് അമേരിക്കൻ ക്ലാസ്സാണ്. RNP അല്ലേ? അമേരിക്കൻ ക്ലാസ്സാണ്. അപ്പോൾ 1, 4 വരുന്ന എത്ര ഉണ്ടെന്ന് നോക്കണം. 1, 4 വരുന്ന 2 എണ്ണം ഉണ്ട്. എയും വരില്ല, ഡിയും വരില്ല. കാരണം ഇതിൽ 1, 2 ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 1, 2 ശരിയാവോ? ഒരിക്കലും വരില്ല. ഇംഗ്ലീഷ് ക്ലാസ് അല്ല. ഇനി ആസ്ട്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആസ്ട്ലോപ്പ് ഇംഗ്ലീഷ് ക്ലാസ്, AC ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നോക്കാം, ഇവിടെ സിയിൽ 2 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ?
ഇവിടെ 2, 3 കൊടുത്തിരിക്കുന്നു. നമുക്ക് സംശയം വന്നു. ആ സ്ലോപ്പ് ഇംഗ്ലീഷ് ക്ലാസ്സും പറയാം, ബ്ലാക്ക്, ഷാങ്ക്, ടോസ് ആൻഡ് ബീക്കും പറയാം സ്ലോപ്പിന്. അവിടെ നിൽക്കട്ടെ, വേറെ നോക്കാം നമുക്ക്. കോർണിഷ് നോക്കാം. കോർണിഷ് എന്ന് പറഞ്ഞാൽ AC കോർണിഷ് AC എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ക്ലാസ് ആണല്ലേ. 3 കോർണിഷ്, 3നെ 2ലേക്ക് കണക്ട് ചെയ്താലോ? അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കോർണിഷിനെ കണക്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് ഇംഗ്ലീഷിലായിട്ട് കണക്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ബ്ലാക്ക് മൈനോർക്ക മെഡിറ്ററേനിയൻ ക്ലാസ് തന്നെയാണ്. വേറെ ഒന്നും നമുക്കിവിടെ ബ്ലാക്ക്, ഷാങ്ക്, ടോസ് ആൻഡ് ബീക്കും ഉണ്ട്, അതുപോലെ മെഡിറ്ററേനിയൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ആസ്ക്ലോപ്പിനും ഈ സാധനം ഉണ്ട്, ബ്ലാക്ക് മൈനോർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2, 3, 2, 4, 1 3 2ലേക്ക് തന്നെ വന്നു. 3 2ലേക്ക് വരുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ. 3 1ലേക്ക് ഒരിക്കലും വരില്ലല്ലോ. കോർണിഷ് ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഇതൊരിക്കലും വരത്തില്ല, ഇത് വെട്ടിക്കളയാം. കാരണം 3 2ലേക്ക് 4 1ലേക്ക് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 2ലേക്കും 4 1ലേക്കും മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉത്തരമായി. ഓക്കെ, അപ്പോൾ ബി ആണ് ഉത്തരം. അപ്പോൾ ഇതുപോലെ കുഴപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് കുഴങ്ങി പോകും കേട്ടോ. കാരണം 2 എണ്ണത്തിന് കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വിട്ട് അടുത്തതിലേക്ക് പോകണം. അടുത്തത് നമുക്ക് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തണം, എലിമിനേറ്റ് ചെയ്യണം ബാക്കിയുള്ളതിനെ. ഇത് പ്ലുമേജ് കളർ ഓഫ് റോഡ് ഐറൺ ലെഡ് നമുക്കറിയാം, ഡാർക്ക് റെഡ് ആണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടർ RIR? ഏതാണ്? യെല്ലോ ഷാങ്ക് ആൻഡ് റെഡ് ഇയർ ലോബ്, സിംഗിൾ കോംബ, ഓവൽ ബോഡി ഷേപ്പ്, ഫെതേർഡ് ഷാങ്ക്. ഏതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ പറ്റുന്നത്? സിംഗിൾ കോംബോ ഉണ്ട്, റോസ് കോംബോ ഉണ്ട് RIRന്. പക്ഷേ ഓവൽ ബോഡി ഷേപ്പ് വരോ ഇല്ല. യെല്ലോ ഷാങ്ക് ആൻഡ് റെഡ് ഇയർ ലോബ് ആണ് കൃത്യമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് അല്ലേ. യെല്ലോ ഷാങ്ക് ആൻഡ് റെഡ് ഇയർ ലോബ്. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് RIR ബ്രീഡ്? ഏതാണ്? ബ്രോയിലർ അല്ല, ഡ്യുവൽ പർപ്പസ് ആണ് RIR, നമുക്കറിയാം. അതുപോലെ ന്യൂ ഹാംഷയർ ചിക്കൻ ഈസ് എ ഡിസെൻഡ് ഓഫ് വിച്ച് ബ്രീഡ്? നമുക്കറിയാം RIRന്റെ ഡിസെൻഡ് ആണ് ന്യൂ ഹാംഷയർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് ദ പ്ലിമത്ത് റോക്ക് ബ്രീഡ്? പ്ലിമത്ത് റോക്ക് ബ്രീഡിന്റെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ എന്താണ് മക്കളെ? ബാർഡ് പ്ലിമേജ് പാറ്റേൺ ആണ് അല്ലേ. യെല്ലോ ഷാങ്ക് ആൻഡ് വൈറ്റ് ഇയർ ലോബ് അല്ല, റെഡ് ഇയർ ലോബ് ആണ്. ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത നോക്കാം, വാട്ട് ഈസ് ദ മെയിൻ യൂസ് ഓഫ് ദ പ്ലിമത്ത് റോക്ക് ബ്രീഡ്? ഏതാണ്? പ്ലിമത്ത് റോക്ക് നമ്മൾ പ്രധാനമായിട്ട് എവിടെയാണ്? ബ്രോയിലർ പ്രൊഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. നമുക്കറിയാം. അതുപോലെ വാട്ട് ഈസ് ദ കോം ടൈപ്പ് ഫൗണ്ട് ഇൻ കോർണിഷ് ബ്രീഡ്? കോർണിഷ് ബ്രീഡിൽ നമുക്കറിയാം Aയും Cയും Bയും Cയിലും ബ്രഹ്മയ്ക്കും കോർണിഷിനും പി കോമ്പാണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് വൈറ്റ് ലെഗോൺ ബ്രീഡ്? ദേ ഹാവ് ഡാർക്ക് റെഡ് പ്ലുമേജ്, തെറ്റ്. ദേ ഹാവ് എ യെല്ലോ ബീക്ക് ഷാങ്ക് ആൻഡ് ടോസ്, ശരിയാണ്. ദേ ആർ ഹെവിയർ ദാൻ മനോക്ക, തെറ്റ്. ഫെദർ ഷാങ്ക് എന്നില്ല, അപ്പോൾ ബി ആണ് ഉത്തരം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് ദ വൈറ്റ് ലെഗോൺ ബ്രീഡ്? ദേ ആർ എഗ് പ്രൊഡക്ഷൻ. ഓഫ് കോഴ്സ് എഗ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന വലിയ എഗ് പ്രൊഡ്യൂസറാണ് ആര്? വൈറ്റ് ലെഗോൺ. വിച്ച് ബ്രീഡ് ഹാസ് ലാർജ് വൈറ്റ് ഇയർ ലോബ്സ്? ലാർജ് വൈറ്റ് ഇയർ ലോബ്സ് ആർക്ക്? ബ്ലാക്ക് മൈനോർക്കൊക്കെയാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ. യെസ്, ബ്ലാക്ക് മൈനോർക്ക. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രീഡ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ചൈന? ചൈനയിൽ വന്നിട്ടുള്ള ബ്രീഡ് ഏതാണ്? കൊച്ചിനാണ് അല്ലേ. കൊച്ചിൻ നമുക്കറിയാം. അപ്പോൾ അതുപോലെ വാട്ട് ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് കൊച്ചിൻ ബ്രീഡ്? കൊച്ചിൻ ബ്രീഡിന്റെ യുണീക്ക് ഫീച്ചർ ഏതാണ്? ഫെതേർഡ് ഷാങ്ക് ആൻഡ് ടോസ്, വിരൽ വരെ നീണ്ടു നിൽക്കുന്ന ഫെതേഴ്സ് ആണ് കൊച്ചിന്റെ യുണീക്ക് ഫീച്ചർ. അതുപോലെ വിച്ച് ബ്രീഡ് ഹാസ് എ മാസീവ് അപ്പിയറൻസ് ഡ്യൂ ടു ലൂസ് ഫെതറിങ്? ലൂസ് ഫെതറിങ് ആർക്കാണ് ഏറ്റവും കൂടുതലുള്ള മാസീവ് അപ്പിയറൻസ് കൊടുക്കുന്നത്? ആർക്കാണ്? കൊച്ചിനാണ്. അതുപോലെ വാട്ട് ഈസ് ദ കോം ടൈപ്പ് ഓഫ് ബ്രഹ്മ? ബ്രഹ്മയിൽ നമുക്ക് എന്താണ്? പീകോംബാണ്, മറക്കല്ലേ കേട്ടോ. BC പ്രീകോംബ്, മറക്കല്ലേ. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് കോംബ് ഡസ് ദ പ്ലിമത്ത് റോക്ക് ബ്രീഡ് ഹാവ്? പ്ലിമത്ത് റോക്ക് ബ്രീഡിനുള്ള കോംബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലിമത്ത് റോക്കിന് ഏതാണ്? സിംഗിൾ കോംബാണ് അല്ലേ. സിംഗിൾ കോംബാണ്. അതുപോലെ ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് റോഡ് ഐലൻഡ് റെഡ്. RIR ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. RIR ഹാസ് എ ഡാർക്ക് റെഡ് പ്ലുമേജ്, ശരിയാണ്. അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ താഴെ നിന്ന് ഏതൊക്കെ എടുത്ത് കളയാൻ പറ്റും നോക്കാം നമുക്ക്. ഇത് ശരിയാണെന്ന് മനസ്സിലായി. ഏതൊക്കെ കളയാം? ഒന്ന് ശരിയാണെന്ന് പറയാത്ത എല്ലാ പ്രസ്താവനയും കളയാം. ഇതിൽ ഒന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതല്ല. അതുകൊണ്ട് 2 and 4 എന്ന് പറയും നമ്മൾ കളഞ്ഞു. ദ ബ്രീഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ എഗ് പ്രൊഡക്ഷൻ ഓൺലി. RIR എഗ് പ്രൊഡക്ഷൻ മാത്രമല്ല, അത് ഡ്യുവൽ പർപ്പസ് ആണ്. തെറ്റാണ്. ഈ 2 ശരിയെന്ന് പറയുന്ന പ്രസ്താവന എല്ലാം കളയാം. ഇതിൽ പറയുന്നത് 1 2 ശരിയെന്ന്, അത് കളഞ്ഞു. ഇനി ബിയും സി ആണോ മാത്രം സംശയമുള്ളൂ. ബി ആണോ ഡി ആണോ മാത്രം സംശയമുള്ളൂ. ദ റോഡ് RIR ഹാസ് എ റെക്ടാങ്കുലർ ബോഡി ഷേപ്പ്, അത് ശരിയാണ്. അപ്പോൾ നോക്ക് ഇതിൽ പറയുന്നു 1ഉം 3ഉം ശരിയെന്ന്, ഇതിൽ 3 ശരിയാണെന്നേ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കളഞ്ഞു. 4ാമത്തെ പ്രസ്താവന ഏതെന്ന് അറിയാതെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഉത്തരം ഏതാണ്? ബി ആണ് അല്ലേ. ഉത്തരം ബി ആണ്. ഇറ്റ് ഈസ് എ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് വിത്ത് ബോത്ത് മീറ്റ് ആൻഡ് വെക്കിംഗ് പ്രൊഡക്ഷൻ, അത് ശരിയല്ലേ. അപ്പോൾ ഓക്കെ, ഏതാണ്? ബി ആണ്. 1 3 4 ശരിയാണല്ലേ. എന്താണ്? ഇറ്റ് ഈസ് എ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് വിത്ത് ബോത്ത് മീറ്റ് ആൻഡ് എഗ് പ്രൊഡക്ഷൻ. RIR ഡ്യുവൽ പർപ്പസ് ആണ്. എഗ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നു, മീറ്റ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം.
ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ന്യൂ ഹാംഷയർ ബ്രീഡ്. ന്യൂ ഹാംഷയർ ബ്രീഡുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിക്കുന്നു. ദ ന്യൂ ഹാംഷയർ ബ്രീഡ് ആസ് എ ചെസ്റ്റ്നട്ട് റെഡ് പ്ലുമേജ്. അത് ശരിയായതല്ലേ? നോട്ട് ട്രൂ ആയതുകൊണ്ട് തന്നെ മാറിപ്പോകാതിരിക്കാൻ ഞാനൊരു വട്ടം അങ്ങിട്ട് വക്കുവാ കേട്ടോ. വട്ടം ഇട്ട് വെച്ചു. അപ്പോൾ ദ ന്യൂ ഹാംഷയർ ബ്രീഡ് ആസ് എ ചെസ്റ്റ്നട്ട് റെഡ് പ്ലുമേജ്, അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ നല്ല പച്ച ശരിയായിട്ടുള്ള ഈ പ്രസ്താവന തെറ്റെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വി വിൽ സ്ട്രൈക്ക് ചെയ്യും, അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും അല്ലേ. എ എന്ന് പറഞ്ഞ ഓപ്ഷൻ പറയുന്നു 1ഉം 2ഉം തെറ്റെന്ന് പറയുന്നു, ഡി പറയുന്നു 1ഉം 3ഉം തെറ്റെന്ന് പറയുന്നു. അപ്പോൾ അത് രണ്ടും വരില്ല. ഇനി ഇറ്റ് ഈസ് എ ഡിസെൻഡന്റ് ഓഫ് പ്ലിമത്ത് റോക്ക് ബ്രീഡ്. നോ, ന്യൂ ഹാംഷയർ എന്തിൻ്റെ ആറയ്യാൻ ഡിസെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ താഴത്തുനിന്ന് തെറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടും തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ശരിയാകാൻ സാധ്യതയുള്ള എല്ലാ ഓപ്ഷനിലും എന്ത് പറഞ്ഞിരിക്കും? ഈ 2 തെറ്റാണെന്ന് പറഞ്ഞിരിക്കണം, അല്ലാത്തതിനെ നമുക്ക് കളയാം. അപ്പോൾ ബിയിൽ പറയുന്നു 2ഉം 3ഉം തെറ്റെന്ന്, സിയിൽ പറയുന്നു 3ഉം 4ഉം തെറ്റെന്ന് അല്ലേ. അപ്പോൾ ഇതൊരിക്കലും വരില്ല, ഉത്തരം ബി ആയിരിക്കും. ഈ പ്രസ്താവനയിൽ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഉത്തരം ബി ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 2ഉം 3ഉം തെറ്റാണ്, 4 ശരിയുമായിരിക്കും. ഇനി 3 തെറ്റാണെന്ന് നോക്കാം. ദ ന്യൂ ഹാംഷയർ ഹാസ് എ ഓവൽ ബോഡി ഷേപ്പ്. ഓവൽ ബോഡി ഷേപ്പ് എന്താണ്? ദ ന്യൂ ഹാംഷയർ ഹാസ് ആൻ ഓവൽ ബോഡി ഷേപ്പ് വിത്ത് ഫെതേർഡ് ഷാങ്ക് അല്ലേ. ഫെതേർഡ് ഷാങ്ക് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അത് തെറ്റായ പ്രസ്താവന തന്നെയാണ്. 2ഉം 3ഉം തെറ്റ്. ഇപ്പോൾ 4 ശരിയാണെന്ന് നോക്കണ്ടേ. ദ ബ്രീഡ് ഈസ് യൂസ്ഡ് ഫോർ ഡ്യുവൽ പർപ്പസസ് അല്ലേ. ഡ്യുവൽ പർപ്പസിന് വേണ്ടി ന്യൂ ഹാംഷയർ ഉപയോഗിക്കാറുണ്ട്. കാര്യം എന്താ? അത്യാവശ്യം വെയിറ്റും ഉണ്ട്, മുട്ട ഉൽപ്പാദനം ഉണ്ടല്ലേ. അപ്പോൾ അത് ശരിയുമാണ്. അപ്പോൾ 2ഉം 3ഉം തെറ്റ്, അതാണ് എൻ്റെ ശരി ഉത്തരം. ഉത്തരം ബി ആയിരിക്കും. അപ്പോൾ അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് പ്ലിമത്ത് റോക്ക് ബ്രീഡ്. പ്ലിമത്ത് റോക്ക് ബ്രീഡുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവനകൾ നോക്കാം. പ്ലിമത്ത് റോക്ക് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ബ്രോയിലർ പ്രൊഡക്ഷൻ. നമുക്കറിയാം പ്ലിമത്ത് റോക്ക് ലബാർഡ് പ്ലുമേജ് ഒക്കെ ഉണ്ട്, അത് ബ്രോയിലർ പ്രൊഡക്ഷൻ ഉപയോഗിക്കാം. ട്രൂ ആണല്ലേ. അപ്പോൾ അത് ശരിയാണ്. നമുക്ക് ഇവിടെ 1 ശരിയായത് കൊണ്ട് തന്നെ നമുക്ക് ഏതാ കളയാം? ഇത് 1 ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ താഴത്തെ ഈ ഓപ്ഷനിൽ 1 ശരിയാണെന്ന് പറയാത്ത എല്ലാം കളയാമല്ലോ മക്കളെ. ഇതും കളയാം, ഇതും കളയാം, കാരണം അത് രണ്ടിലും 1 ശരിയാണെന്ന് പറയുന്നതേ ഇല്ല അല്ലേ. ഇനി നമുക്ക് നോക്കാം. ദ ബ്രീഡ് ഹാസ് എ സിംഗിൾ കോം. പ്ലിമത്ത് റോക്ക് ശരിയാണ്, സിംഗിൾ കോം ആണ്. 2 ശരിയാണെന്നുള്ള പറയുന്നത് മാത്രം എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കളയാം? ഇതിൽ 2നെ കുറിച്ച് പ്രതിപാദിക്കുന്നതേ ഇല്ല അല്ലേ. അപ്പോൾ ഇതും കളയാം. അപ്പോൾ ഇത് 1, 2, 3 ശരിയായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? 3 ശരിയായിരിക്കും, 4 തെറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് എ ബാർഡ് പ്ലുമേജ് അതെ പ്ലിമത്ത് റോക്കിൽ ബാർഡ് പ്ലുമേജ് ഉണ്ട്. 4 ദ ബ്രീഡ് ഈസ് നേറ്റീവ് ചൈന. തെറ്റാണ്, അല്ല, ചൈന അല്ല അല്ലേ. അപ്പോൾ ഉത്തരം ശരിയായി. സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായില്ലേ? പ്രസ്താവന നമ്മൾ എഴുത്തി വന്ന കണ്ടാൽ നിങ്ങൾ കണ്ടു. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ആസ്ട്രോ ബ്രീഡ്. ആസ്ട്രോയുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ദ ആസ്ട്രോ ബ്രീഡ് ഒറിജിനേറ്റ് ഇൻ ഓസ്ട്രേലിയ. അത് ശരിയാണല്ലേ. ശരിയാണ്. ഇറ്റ് ഹാസ് എ ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് പ്ലുമേജ്. ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് പ്ലുമേജ് ആർക്കുണ്ട്? ആസ്ട്രോപ്പ് ഉണ്ടെന്ന് പറയുന്നു. നോക്കൂ, നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം മക്കളെ. എന്താണ്? ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് പ്ലുമേജ് ഉണ്ട്. ശരിയാണ്, അത് ശരിയാണല്ലേ. അപ്പോൾ ഇത് ഒന്നാമത്തെ ശരിയായത് കൊണ്ട് നമുക്ക് ഏതാ കളയാം? ഇത് മാത്രം കളയാം. ബാക്കി എല്ലാത്തിനും 1 ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ഹാസ് എ ലസ്ട്രസ് ഗ്രീനിഷ് ബ്ലാക്ക് പ്ലുമേജ് 2 ശരിയാണെന്ന് പറയുന്ന പ്രസ്താവന മാത്രം എടുത്താൽ പോരെ. അപ്പോൾ ഇതിൽ 1ഉം 2 ശരിയെന്ന് പറയുന്നത് ഇതിൽ 2നെ കുറിച്ച് പറയുന്നില്ല. ബി കളഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ എയും ഡിയും മാത്രമേ ഉള്ളൂ. ദ ബ്രീഡ് ഹാസ് എ പീ കോംബ്. ആസ്ട്രോപ്പിന് പീ കോംബ് ഇല്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. ഈ 3 ശരിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ നമ്മൾ കളയണം. അപ്പോൾ എയും കളയാം. ഉത്തരം ഡി ആയിരിക്കും അല്ലേ. അതിൻ്റെ അർത്ഥം എത്ര? എന്താണ്? 1ഉം 2ഉം മാത്രമായിരിക്കും ശരി, 4 തെറ്റുമാകണ്ടേ. ഇറ്റ് ഈസ് എ പ്രൈമറി യൂസ് ഫോർ മീറ്റ് പ്രൊഡക്ഷൻ. അല്ല, മീറ്റിന് വേണ്ടി മാത്രമല്ല, അതൊരു ഡ്യുവലാണ് അല്ലേ. തെറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് വൈറ്റ് ലഗോൺ ബ്രീഡ്. വൈറ്റ് ലഗോൺ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വൈറ്റ് ലഗോൺ ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഇറ്റലി. ശരിയാണല്ലേ. അത് ശരിയാണ്. അപ്പോൾ 1 ശരിയാണെന്ന് പറയുന്നത് മാത്രം എടുക്കാമല്ലോ. സിയിൽ 1 ശരിയാണെന്ന് പറയുന്നതേ ഇല്ല, അത് കളയാം. ഇറ്റ് ഹാസ് യെല്ലോ ബീക്ക് ഷാങ്ക് ആൻഡ് ടോസ്. യെല്ലോ ബീക്ക് ഷാങ്ക് ആൻഡ് ടോസ് ശരിയാണ്. വൈറ്റ് ലഗോണിന് യെല്ലോ ബീക്ക് ഷാങ്ക് ടോസ് ഉണ്ട്. അപ്പോൾ 2 ശരിയാണെന്ന് പറയാത്തതെല്ലാം കളയാം. അടുത്തത് ബ്രീഡ് ഈസ് ലാർജ് ദാൻ മിനോർക്ക. തെറ്റാണ്. മൈനോർക്കയും ചെറുതാണല്ലേ. അപ്പോൾ നോക്കാം, ഇത് തെറ്റായത് കൊണ്ട് തന്നെ 3 ശരിയാണെന്ന് പറയുന്നത് കളയാം. എ ആയിരിക്കും ഉത്തരം. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? 4 ശരിയാവണ്ടേ. ഇറ്റ് ഈസ് പോപ്പുലർ ലെയർ ബ്രീഡ് യൂസ്ഡ് വേൾഡ് വൈഡ്. ശരിയാണ്. അപ്പോൾ 4 ശരിയാണ്. 1, 2, 4 ശരി. ഉത്തരം എ ആയിരിക്കും. അതുപോലെ ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ബ്ലാക്ക് മൈനോർക്ക ബ്രീഡ്. ബ്ലാക്ക് മൈനോർക്ക ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കാം. ദ ബ്ലാക്ക് മൈനോർക്ക ഹാസ് എ വൈറ്റ് പ്ലുമേജ്. മൊണ്ണ തെറ്റല്ലേ. അപ്പോൾ ഈ തെറ്റായിട്ടുള്ള 1 ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവന നമ്മൾ എല്ലാ പ്രസ്താവനയല്ല, എല്ലാ ഓപ്ഷനും കളയണം. എ ഓപ്ഷനും കളയാം, ബി ഓപ്ഷനും കളയാം. ഇനി സി ആണോ ഡി ആണോ എന്ന് മാത്രം സംശയമുള്ളൂ. ഇറ്റ് ഹാസ് എ ലാർജ് വൈറ്റ് ഇയർ ലോബ് ആൻഡ് ലോങ് വാട്ടിൽസ്. ബ്ലാക്ക് മൈനോർക്കയ്ക്ക് ശരിയാണ്, ലാർജ് വൈറ്റ് ഇയർ ലോബ്സ് ഉണ്ട്, ലോങ് വാട്ടിൽസ് ഉണ്ട്. ഇതിൽ 2ലും 2 ശരിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും കളയില്ല. ദ ബ്രീഡ് ഈസ് യൂസ്ഡ് ഫോർ മീറ്റ് പ്രൊഡക്ഷൻ ഓൺലി എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ. അത് പ്രധാനമായിട്ടും മെഡിറ്ററേനിയൻ ബ്രീഡ്സ് നമുക്ക് എന്തിനാണ് വേണ്ടി മീറ്റ് അല്ല, എഗ് പ്രൊഡക്ഷനാണ്. ഇത് വലുതായത് കൊണ്ട് 2നും ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ മീറ്റ് പ്രൊഡക്ഷൻ ഓൺലി എന്ന് തെറ്റാണ്. 3 ശരിയെന്ന് പറഞ്ഞാൽ അതിനെ കളയാം. ഉത്തരം ഡി ആയിരിക്കും.
ഡി എന്ന് പറഞ്ഞാൽ എന്താണ് 2ഉം 4ഉം ശരിയല്ലേ? അപ്പോൾ 4 ശരിയാണെന്ന് നോക്കാം. ബ്ലാക്ക് മെൽക്ക് ഹാസ് എ സ്ട്രോങ് മസ്കുലർ ബോഡി ശരിയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ അബൌട്ട് കൊച്ചിൻ ബ്രീഡ്. കൊച്ചിൻ ബ്രീഡ് തെറ്റായ പ്രസ്താവന. ദ കൊച്ചിൻ ബ്രീഡ് ഒറിജിനേറ്റ് ഇൻ ചൈന ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ നല്ല നമുക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള സാധനം തെറ്റാണെന്ന് ഏതെങ്കിലും ഓപ്ഷനിൽ പറഞ്ഞാൽ അതിനെല്ലാം വെട്ടാം. കാരണം എന്താ, ഇതിൽ ഒന്ന് തെറ്റെന്നും ഇതിൽ രണ്ടിലും ഒന്ന് തെറ്റെന്ന് പറഞ്ഞിരുന്നല്ലേ. അത് ഇറ്റ് ഹാസ് എ ഫെതേർഡ് ഷാങ്കാൻ ടോസ്. കൊച്ചിന് ഫെതേർഡ് ഷാങ്കാൻ ടോസ് ആണ്, അതും ശരിയാണ്. അപ്പോൾ ഈ 2 തെറ്റെന്ന് പറയുന്ന ഓപ്ഷനും കളയണ്ടേ. അപ്പോൾ സി പറഞ്ഞിരിക്കും 2ഉം 4ഉം മാത്രം തെറ്റുന്നത്, അപ്പോൾ അതും കളയാം. അപ്പോൾ അടുത്തത് 4 തെറ്റാണെന്ന് നോക്കാം. ദ കൊച്ചിൻ ഈസ് മാസീവ് ഡ്യൂ ടു ഇറ്റ്സ് പ്രൊഫ്യൂസ് ഫെദറിങ് ആൻഡ് ഹാസ് പീ കോംബ്. കൊച്ചിന് മാസീവാണ്, പ്രൊഫ്യൂസ് ഫെദറിങ്ങും എല്ലാം ശരിയാണ്. അപ്പോൾ എന്താണ്, അതിന് പീ കോമ്പും ഉണ്ടല്ലേ? യെസ്, പീ കോമ്പ് ഉണ്ടാ? ഇല്ല, പീ കോമ്പ് ബ്രഹ്മയ്ക്കാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, തെറ്റാണ്. 3ഉം 4ഉമാണ് തെറ്റായിട്ട് വരുന്നത് അല്ലേ. യെസ്. അടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ അബൌട്ട് ബ്രഹ്മ ബ്രീഡ്. ബ്രഹ്മയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ബ്രഹ്മ ഹാസ് എ പീ കോമ്പ് ശരിയായ പ്രസ്താവനയല്ലേ മക്കളെ? ശരിയല്ലേടാ? അപ്പോൾ ശരിയാണ്. അപ്പോൾ ശരിയല്ലേ വെച്ചിരിക്കുന്നത്? അതെ. അപ്പോൾ ഒന്ന് ശരിയാണെന്ന് പറയാത്തെല്ലാം കളയണം. ദ ബ്രീഡ് ഒറിജിനേറ്റഡ് ഇൻ ദ ബ്രഹ്മപുത്ര വാലി ഓഫ് ഇന്ത്യ. അതും ശരിയായ പ്രസ്താവനയാണ്. ശരിയല്ലേ വെച്ചിരിക്കുന്നത്? 2 ശരിയെന്ന് പറയാത്തെല്ലാം കളയണ്ടേ. ഇതിൽ 2നെ കുറിച്ച് പ്രതിപാദിക്കുന്നേ ഇല്ല. ഇതിൽ 2നെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മ ബേർഡ്സ് ആർ ലൈറ്റ് ഇൻ വെയിറ്റ് യൂഷ്വലി അണ്ടർ 4 കിലോഗ്രാം. തെറ്റ് അല്ലേ? തെറ്റാണ്. അപ്പോൾ ഈ 3 തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് 3 തെറ്റെന്ന് ഏതെങ്കിലും ഓപ്ഷൻ പറയുന്നുണ്ടോ? ഈ 2ഉം പറയുന്നില്ല. അതുകൊണ്ട് ഇനി വെട്ടിയത് കളയാം, അത് നോക്കണ്ട. ഇനി ദ ബ്രീഡ് ഈസ് യൂസ്ഡ് ഫോർ ഓർണമെന്റൽ പർപ്പസ്. അങ്ങനെ ഓർണമെന്റൽ പർപ്പസിന് അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലേ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കൊച്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് പറയാം 1 and 2 ആയിരിക്കും ഉത്തരം. എ ആയിരിക്കും ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളം ആൻഡ് ബി കോളം. RIR എന്തൊക്കെയാണ് വരുന്നത്? ബ്രീഡിംഗ് ക്യാരക്ടറിസം. RIRനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ആസ്ട്രേലിയ അല്ല. പ്ലുമേജ് കളേഴ്സ് ഡാർക്ക് റെഡ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. യൂഷ്വലി പ്രൈമർലി ഫോർ ബ്രോയിലർ പ്രൊഡക്ഷൻ അല്ല. ഡെവലപ്പ് ഫ്രം റോഡ് ഐലൻഡ് അതല്ല. RIR എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? പ്ലുമേജ് റെഡ് കളർ ഇതാണ്. അപ്പോൾ 1, 2ലേക്കുള്ള ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കാം. 1, 2ലേക്കുള്ള 2 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ബിയും സിയും കളയാം, ഒരിക്കലും വരില്ല. ന്യൂ ഹാംഷെയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഡെവലപ്ഡ് ഫ്രം RIR അല്ലേ. ന്യൂ ഹാംഷെയർ RIR എന്ന് വന്നതാണ്. 2, 4 ഏതെന്ന് നോക്കാം. 2, 4 ഒരെണ്ണമാണ് ഉള്ളത് അല്ലേ. 2, 4 ഒരേ ഒരെണ്ണം ഉള്ളത്. എ ആയിരിക്കും ഉത്തരം. എ എന്നെ നോക്കാം ഉത്തരം. യെസ്, എ ആണ് ഉത്തരം അല്ലേ. ബാക്കി നമുക്ക് നോക്കാം. 3 ആണെന്ന് നോക്കാം. പ്ലിമത്ത് റോക്ക് യൂസ്ഡ് ഫോർ പ്രൈമറി ഫോർ. യെസ്, കറക്റ്റാണ്. 4 ആസ്ട്രലോപ്പ് ഒറിജിനേറ്റ് ഓസ്ട്രേലിയ ശരിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോർണിഷ് എന്തൊക്കെയാണ്? എന്താണ് ബ്രീഡിങ് യൂസും അല്ലേ. കോർണിഷ്, വൈറ്റ് ലെഗോൺ, കൊച്ചിൻ ബ്രഹ്മയുണ്ട്. അപ്പോൾ കോർണിഷ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് സാധാരണ പോട്ടെ, വൈറ്റ് ലെഗോൺ നോക്കാം, ഏറ്റവും എളുപ്പമല്ലേ. വൈറ്റ് ലെഗോൺ യൂസ്ഡ് ഫോർ എഗ് പ്രൊഡക്ഷൻ, പോപ്പുലർ ലെയർ ഓഫ് ദ ബ്രീഡ് ശരിയാണ്. അപ്പോൾ 2, 1 ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. 2, 1 എല്ലാം 2, 1 ആണല്ലോ. അതുകൊണ്ട് ഒന്നും കളയാൻ പറ്റൂല. ഇത് കുഴപ്പിക്കുന്ന ഓപ്ഷനാണല്ല. കൊച്ചിൻ എന്താണെന്ന് നോക്കാം. യൂസ്ഡ് മെയിൻലി ക്രോസസ് ഓർണമെന്റൽ പർപ്പസ്. 3 എത്ര ഉണ്ടെന്ന് നോക്കാം. 2, 1, 3 2 ഉണ്ടല്ലേ. യെസ്, ഇതുകൊണ്ട് അപ്പോൾ ഇത് ബിയും വരത്തില്ല, ഡിയും വരത്തില്ല. നമുക്ക് കളയാം. ഭയങ്കര വിഷയമാണല്ലോ. ബ്രഹ്മ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? യൂസ്ഡ് ഫോർ മാസീവ് അപ്പിയറൻസ് അല്ലേ. യെസ്, 4ലേക്ക് പോകാം. അപ്പോൾ ഇതിൽ 4 ഏതുണ്ട്? ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. എ മാത്രമേ ഉള്ളൂ. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. 4 എ ആണ് ഉത്തരം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോർണിഷ് യൂസ്ഡ് ഫോർ ബോയിൽ ക്രോസസ് മെയ്റ്റി ബോഡി. യെസ്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് മക്കളെ. അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു പോകണം കേട്ടോ. വളരെ സൂപ്പറായിട്ട് മനോഹരമായിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള അഡ്വാൻസ്മെൻറ്റ് എൻ്റെ മക്കൾക്ക് ഉണ്ടാവും. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യല്ലേ, ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വരികയില്ല. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷകൾ വർക്കൗട്ട് ചെയ്ത് ഈ പരീക്ഷകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോഴത്തേക്ക് എല്ലാ പോയിന്റും എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലും എൻ്റെ കുട്ടിയൊക്കെ എന്തായിരിക്കും? തറവായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കറക്റ്റായിട്ട് അത് വെയിറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു. എല്ലാ പേരും നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓരോ ജില്ലയിലും 1-ാം റാങ്ക്, 2-ാം റാങ്ക്, 3-ാം റാങ്ക് വാങ്ങുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഞാനും നമ്മുടെ ടീമും നമ്മുടെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങളുടെ സന്തോഷവും വീട്ടിലെ കുടുംബക്കാരുടെ സന്തോഷമൊക്കെ നമ്മൾ കാണും. അത് പകർത്തും. അത് ലോകം അറിയും കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വലിയ കഥ ഒരുപക്ഷെ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ പുറത്ത് അറിയിക്കാനുള്ളൊരു അവസരം കൂടിയാകും സഹകാരി റൈസ് പ്ലസിൻ്റെ ഈ ഒരു പഠനം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അത്തരത്തിൽ 10,000-കണക്കിന് ആൾക്കാർ നിങ്ങളെ അറിയുന്ന തരത്തിൽ നിങ്ങൾ എത്തിച്ചേരും. ഒരുപാട് പേർക്കൊരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് നിങ്ങൾക്ക് മാറാനും പറ്റും. അപ്പോൾ അങ്ങനെയായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാ ഉദ്യോഗാർത്ഥികളും വിജയാശംസ നിർത്തുകയാണ്. താങ്ക് യു.